സർവശക്തിയെ, സത്യമേ, നിന്റെ പേരിൽ ഞങ്ങൾക്കറിയാതെ പറ്റിപ്പോകുന്ന തിന്മകളെ നീ പൊറുക്കുകില്ലേ? ഇനി ഒരിക്കലും ഞങ്ങൾ സഹോദരങ്ങളുടെ കഴുത്തറക്കുന്നവരും ഞങ്ങളുടെ അയൽപക്കത്തെ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണീരിന് കാരണക്കാരുമാകില്ല. കരുണയറ്റ കാലത്തിന്റെ കണക്ക് പുസ്തകത്തിലെ ചോരക്കണക്കുകളുടെ താളുകൾ ഞങ്ങൾ പറിച്ചു കളയാം. മനുഷ്യ സൃഷ്ടിയിലെ ഈശ്വര മഹത്വം ഞങ്ങൾ കാത്തുസൂക്ഷിക്കാം. അപരന്റെ മന്ദഹാസത്തിലേക്ക് കണ്ണു തുറക്കുന്നവരായി, അയൽക്കാരന്റെ ദുഃഖങ്ങളിലേക്ക് മനസ്സു തുറക്കുന്നവരായി, മനുഷ്യരായി ഞങ്ങൾ ജീവിക്കാം. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. അതെ, നിങ്ങൾ വേഗം പോയിക്കോ. എനിക്ക് ഇപ്പൊ തന്നെ നേരെ ഒരുപാട് വൈകിക്കുന്നു. നിങ്ങൾ വിട്ടോളൂ. ദക്ഷിണേന്ത്യയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ദിവസം കിതച്ച് പുകതുപ്പിക്കൊണ്ട് ഒരു കൽക്കരി തീവണ്ടി അതാ വരുന്നു. വലിയൊരു ഞെരക്കത്തോടെ അത് സ്റ്റേഷനിൽ വന്നു നിന്നു. സ്റ്റേഷനടുത്തുള്ള പുഴയുടെ തീരത്തേക്ക് ആ ആൾ നടന്നു. അയാളുടെ വരവിന് എന്തോ ഉദ്ദേശമുണ്ടായിരുന്നു. സൈലൻസ്. അല്ല മാഷേ, ഇതിപ്പോ നിങ്ങൾ പഠിക്കുകയാണോ അതോ കുട്ടികളെ പഠിപ്പിക്കുകയാണോ? എച്ചം എന്നുള്ള നിലയിലെ രാമേട്ടൻ എന്നോട് എന്തും പറയാം. പക്ഷേ ഇത്രയും കൊച്ചുങ്ങളുടെ മുമ്പ് വെച്ച് എന്നെ കൊച്ചാക്കലാവരുത്. ഞാനൊരു അധ്യാപകനാണ്. ശമ്പളക്കാര്യത്തില് മക്കളെ, ഒരു മനുഷ്യൻ പെടാപ്പാട് വിട്ട് നിങ്ങളൊന്ന് പഠിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനത്തെ കുട്ടികളായി പഠിക്കണം? നല്ല കുട്ടികളായി നന്നായി പഠിച്ച് നല്ലോണം വളർന്നെങ്കിലേ നാളത്തെ നാട് നന്നാവൂ, നല്ലവരായ നായകന്മാരുണ്ടാവൂ. ചെയ്യുന്ന പ്രവൃത്തിയിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും അർപ്പണബോധവും അച്ചടക്കവും ഇല്ലാത്തവരായി നിങ്ങൾ വളരരുത്. കഷ്ടം.
ഞാനും അനവധിക്കാലം കടലിൽ പോയോനാ. അതന്ന്. ഇപ്പോ കടലിൽ പോണവർക്ക് കൈ നിറച്ചും കാശാ. അന്ന് റിസർവ് ബാങ്ക് കടലിലേക്കാക്കിയേ. കടം കൊടുത്ത് നോക്കിയേ പീടിയെ ഈ കോലത്തിലായി. ഞാൻ സാധനം വാങ്ങിക്കാൻ പോണിടത്ത് എനിക്ക് കടം കിട്ടൂല. അതാ കുടിച്ചോളി. ഇനി ഞാൻ കടം മേടിച്ചിട്ട് മിച്ചിക്ക് സൂപ്പർ മാർക്കറ്റ് പൊളിച്ചു എന്നുള്ള ചീത്തപ്പേര് എനിക്ക് വേണ്ട. കണ്ട് ആദ്യമൊക്കെ കടം കൊടുക്കാം. അതിനൊന്നുമില്ലല്ലേ? അതാർക്കാ? ഇവർ തരേ സമാജക്കാർക്ക് കൊടുക്കില്ലേ? പക്ഷെ ഒന്നും നിങ്ങൾ മനസ്സിലായിക്കോളി, ഇന്നല്ലേ നാളെ നമ്മൾ ഒന്നിച്ചൊരു പള്ളിക്കാറ്റ് കിടക്കേണ്ടി വരാം. അത് മറന്നോണ്ട. അല്ലാത്തൊരു Idris. Ya ilahi. Ya ilahi. Ya ilahi. Ya ilahi. Ya mujib. Ya mujib. Da'watin. Da'watin. Ya mujib da'watin. Ya mujib da'watin. Ya ilahi. Ya ilahi. Ya mujib da'watin. Ya mujib da'watin. Ya ilahi. Ya ilahi. ആലിക്കുട്ടി മാഷേ, പാവപ്പെട്ട കുറെ കുട്ടികളുടെ ഭാവിയും ജീവിതവും ഒക്കെ നമ്മൾ കുറച്ച് മാഷന്മാരുടെ കയ്യിലാ. നമ്മുടെ എല്ലാ ജോലിയും കഴിഞ്ഞുള്ള ഒരു ജോലി ആവരുത് കുട്ടികളെ പഠിപ്പിക്കാന്നുള്ളത്. പൊലപ്പ് ഉണ്ട് എന്ന് കേട്ടപ്പോ ഞാൻ ഓല കൂടെ ഒന്ന് തോണി കയറി പോയിന്നേ ഉള്ളൂ. പൊലപ്പും ചാകരയൊക്കെ വന്നും പോയി നിൽക്കും. അത് ശരി. നമ്മൾ 4 ലക്ഷം പഠിപ്പിക്കുന്ന വിചാരിച്ച രക്ഷിതാക്കൾ കുട്ടികളെ ഇങ്ങോട്ട് വിടുന്നത്. ഇന്റെ രാമേട്ട അങ്ങക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ? ഞാനും നിങ്ങളും തലയും കുത്തിന്ന് പഠിപ്പിച്ചാലും ഈ കടപ്പുറത്തെ കുട്ടികൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒന്നും പോണില്ല. എന്തിന് സർക്കാർ ഓഫീസുകൾ പിയൂട്ട് പണി പോലും ഇനിയുള്ള കാലത്ത് നാട്ടിൽ ആർക്കും കിട്ടും തോന്നുന്നില്ല. പിന്നെ ഏതൊരു വാദം എന്ന് പറഞ്ഞ പോലെ വീട്ടിലെ ശല്യം തീർക്കാനും വേണ്ടി ഇങ്ങോട്ട് കെട്ടി അയക്കും. പോരാത്തിന് ഉച്ചക്കഞ്ഞി ഫ്രീ ആണല്ലോ. അറിയോ ആലിക്കുട്ടി മാഷക്ക്? അറിയോന്നോ? ഞാൻ ഡെയിലി കുടിക്കുന്നതല്ലേ. അതല്ല മാഷേ, പിന്നെന്താ? എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഇതുപോലുള്ള സ്കൂൾ അടച്ചുപൂട്ടാൻ ആ സർക്കാരിന്റെ ശ്രമം. ആലിക്കുട്ടി മാഷ് കടലിൽ പോകാൻ അറിയാം, മറ്റു പല പണി അറിയാം. അറിയാം, അതെനിക്കറിയാം. ഇതിനേക്കാൾ അന്തസ്സുള്ള വേറെ പണിയില്ല മാഷേ. അത് മനസ്സിലാക്ക്. കടലിൽ പോകാനും എനിക്ക് മറ്റുള്ള പണി അറിയുന്നത് ബാക്കിയുള്ള മാഷന്മാരെ കൂടി പഠിപ്പിക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ എനിക്ക് പറ്റൂല. ഇതാണ് ഒറിജിനൽ അസൂയ. പോയി കണ്ടോ പോയി. എടാ എടാ എന്താടാ വിളിച്ചേ? ഉച്ചക്കഞ്ഞിന്നാ? എന്റെ പേര് ചിരിതേന്നാ. മനസ്സിലായോ? എല്ലാരും ക്ലാസ്സിൽ പോ. എനിക്ക് എറണാകുളത്തൊന്ന് പോണം. ഇന്റർവ്യൂവിനായിരിക്കും. നല്ല കമ്പനിയാണ്. വലിയ ശമ്പളവും ആനുകൂല്യമൊക്കെ പരസ്യത്തിൽ കണ്ടു. ജോലി അന്വേഷിച്ച് നടക്കൽ തന്നെ ഒരു ജോലിയാ എന്റെ മോന്. ഏത് തൊഴിലായാലും അതിലൊരു അന്തസ്സ് കണ്ട് ഉള്ളതിലൊതുങ്ങി ജീവിക്കാൻ തയ്യാറാവുന്നവർക്ക് അവനവന്റെ വീട്ടുമുറ്റത്തുണ്ട് ജോലി. കാശുണ്ടെങ്കിലും ഉണ്ടോ പോയാ നിന്റെ കയ്യില്? രഘു വരണത് കണ്ടപ്പോഴേ വിചാരിച്ചു എന്തു വേണം. ഒരു 100 രൂപ കഴിഞ്ഞ ആഴ്ച നിന്റെ വാങ്ങി ഞാൻ തിരിച്ചു തന്നിട്ടില്ല. ചെറുപ്പം തൊട്ടേ തമ്മിൽ കാണുന്നവരല്ലേ രാമ നമ്മള്. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നുള്ളിപ്പുറക്കി വെച്ചതാവോന്ന് അറിയാം. നിന്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാ എന്റെയും കൂടി ആവശ്യമാ. മോൻ എവിടേക്കാന്ന് വെച്ചാ പറഞ്ഞേക്ക്. എനിക്ക് വരുന്നുണ്ട്.
എടുത്തോളേ. പറച്ചമ്പരാനെ വിചാരിച്ച് വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും ദോഷം വരാത്ത കച്ചവടമല്ലേ നമ്മൾ ഉറപ്പിക്കാറുള്ളൂ. 600 മതി. ഞമ്മക്ക് വല്ല കിട്ടണ്ടേ കുഞ്ഞിക്ക? ആ എടുത്തു. ഒടിക്കും കുഞ്ഞിക്ക. പിടിച്ചോ. തെങ്ങ് നിന്നിടത്ത് കുഴിച്ചാൽ തെങ്ങിന്റെ പേര് കിട്ടും, പ്ലാവ് നിന്നിടത്ത് കുഴിച്ചാൽ പ്ലാവിന്റെ പേര് കിട്ടും എന്നതുപോലെ കുഴിച്ചാൽ അറിയാൻ അമ്പലത്തിനും പള്ളിക്കൊക്കെ ഇവിടെ പേരുള്ളത് ഓരോ തരികിട പരിപാടി അല്ലാണ്ട് എന്താ? കാര്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് പറയല്ലേ എന്റെ ആലിക്കുട്ടി മാഷേ. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. ഒന്നും മുട്ടില്ല. ഒരു ചായ പറയട്ടെ. ഞാൻ പറഞ്ഞാ കേൾക്കും നോക്കട്ടെ. നാരായണ ഒരു ചായ. മധുരം വേണ്ട കേട്ടോ. അതെ, നമ്മളെ മോള് താഹിറക്ക്. നമ്മുടെ മോളോ? അല്ല, നിങ്ങളെ മോള് താഹിറക്ക് 10-17 വയസ്സായില്ലേ? ആവട്ടെ. എങ്ങനുണ്ട്? നല്ല നെയ്യലുവ പോലത്തെ ചെക്കനാ. ഇവിടെ താണൂല. എണ്ണം പറഞ്ഞ തറവാട്ടേര്. ദുബായിൽ സ്വന്തം ബിസിനസ്. 100 പവനും 2 ലക്ഷം ഉറുപ്പിയും ഒരു കാറായിട്ട് ആള് പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. കാറ് കയറുന്നില്ലേ? സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, കടലിൽ പോകുന്നുണ്ട്, പോരാത്തതിന് ബ്രോക്കർ പണി. ഇത് അപ്പനെയല്ല, ജനങ്ങളെ കൂട്ടി യോജിപ്പിക്കാന്നുള്ളത് പഠിത്തം ഭാഗത്തുനിന്ന് കൂലിയിട്ടണ കാര്യ. ഈ തുറയിലെ തരകന്മാരെ കൂട്ടത്തില് നിങ്ങളൊരു ചെറിയ മുതലാളി എന്നെയാണ്. താഹിറാനെ പഠിപ്പിച്ച് ഉദ്യോഗത്തിനയച്ച് ജീവിക്കേണ്ട കാര്യമൊന്നും ഉപ്പം കേൾക്കില്ല. പടച്ച റബ്ബ് സഹായിച്ചിട്ട് അതില്ല. എന്നാ പിന്നെ കെട്ടിച്ചയക്കാൻ നോക്കിയെന്ന്. മാഷേ, പെൺകുട്ടികളായി പോയത് കൊണ്ട് 10-16 വയസ്സാവുമ്പോഴേക്കും ആരുടെയെങ്കിലും തലയിൽ വെച്ചിടേണ്ട ആവശ്യമില്ല. അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, മിടുക്കുമുണ്ട്, പഠിക്കട്ടെ. ഡോക്ടറും കളക്ടറും ഒന്നും ആയില്ലെങ്കിലും കാര്യങ്ങൾ കണ്ടാലും കേട്ടാലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകം ഉണ്ടാവുമല്ലോ. നാളെ പിറ്റേന്ന് 2 മക്കളുണ്ടാവുമ്പോ അവറ്റയ്ക്കെങ്കിലും 4 ലക്ഷം പറഞ്ഞു കൊടുക്കാനാവുമല്ലോ. മറ്റുള്ളവരുടെ കുട്ടികൾ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ വീട്ടിൽ പെൺകുട്ടികൾ അങ്ങനെ വിടണോ? വെടക്കായി പോകുന്നു. പഠിക്കാൻ പോയതുകൊണ്ട് ഇന്നോളം ആരും പിടക്കായിട്ടില്ല. എത്ര പഠിച്ചാലും നന്നാവാത്ത മനുഷ്യന്മാരും ഉണ്ട്. അതാണ് ഞാനും നിങ്ങൾ ഓതുന്ന ഖുറാനിലെ ആദ്യത്തെ വാക്ക് ഇക്രഹ് എന്നാണെന്ന് അറിയാലോ ആലിക്കുട്ടി മാഷ്. ഇക്രഹ് എന്ന് പറഞ്ഞാൽ വായിക്കുക. എഴുത്തും വായനയും വിദ്യാഭ്യാസവും വേണം മനുഷ്യന്മാർക്കെന്ന് പഠിപ്പിച്ച മതമാ ഇസ്ലാം. പിന്നെ അവിടെ ഇരിക്കെ ഒരു കാലത്ത് ഇംഗ്ലീഷ് ചെകുത്താന്റെ ഭാഷയെന്ന് പറഞ്ഞ കൂട്ടരാ നമ്മളൊക്കെ. എന്റെ മോള് പഠിക്കട്ടെ, കളിച്ച് ചിരിച്ച് കടലിലോട് കഥ പറഞ്ഞങ്ങനെ പാറിപ്പറന്ന് നടക്കട്ടെ കുറച്ചു കാലം കൂടി അവള്. ഇനിയും കൊറേ കൊണ്ട് തരണം കേട്ടോ. വൈകാതെ വരൂ കേട്ടോ രാജകുമാരൻ. സങ്കടം ഉണ്ടെങ്കിലും ഈ കാത്തിരിപ്പിനൊരു സുഖമുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഉമ്മ, ഞാൻ പറഞ്ഞ കാര്യം ഉപ്പായോട് പറഞ്ഞ് സമ്മതിപ്പിക്കണേ. ചായയിൽ ഓർമ്മയില്ലാണ്ട് മധുരയിട്ടിട്ടില്ലല്ലോ. ഈ എന്റെ ഉപ്പനെ കാണാൻ തുടങ്ങണതിന്റെ 10 കൊല്ലം മുമ്പ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ. ഉമ്മാനെ പെണ്ണ് കാണാൻ വരുമ്പോഴത്തെ ഉപ്പ എങ്ങനെയാ? നല്ല ചെത്ത് ചെക്കനാ. എന്റെ ഉപ്പ ഇപ്പോഴും നല്ല ചെത്ത് ചെക്കൻ തന്നെയാ. പിന്നെ ഈ കഷണ്ടി അത് ബുദ്ധിജീവികൾക്ക് പറഞ്ഞതാ. ഈ കഷണ്ടി കുട്ടിക്കാലം തൊട്ട് നടക്കടലിൽ പോയി ഉപ്പുകാറ്റ് കൊണ്ടതിന്റെയാ, അല്ലാതെ ബുദ്ധി കൊണ്ടല്ലേ. ആട്ടെ,
ഉപ്പാന്റെ മോക്ക് എന്തോ ഒരു കാര്യം സാധിക്കാനുണ്ടല്ലോ, വല്ലാത്ത ഒരു സോപ്പ്. പറയുമ്പോ പറയും ആ, ഓളുടെ സ്കൂളിൽ നിന്ന് എല്ലാരും അങ്ങാടി തെണ്ടാൻ പോണൂന്ന്. ഓൾക്കും പോണം, അതിന് സമ്മതം കിട്ടാനാ. ഉം. എന്തുപ്പാ ഈ ബുദ്ധിയില്ലാത്ത പാത്തുമാനെ എങ്ങനെ ഇത്രയും കാലം സഹിച്ചു നിങ്ങള്? അങ്ങാടി തെണ്ടലല്ല മോളെ, സ്റ്റഡി ടൂറ് കന്യാകുമാരിയിലേക്ക്. ഓട്ടെ ഉപ്പ. അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് കാര്യം. പോയില്ലെങ്കിലേ +2 ആ. മാർക്ക് പറഞ്ഞിട്ട് പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. ആ, കൊല്ലപ്പരീക്ഷയ്ക്ക് മാർക്ക് പറയുന്ന ഒരു കടിയും വേണ്ട. ആ അപ്പൊ പോവാല്ലേ? പിന്നെ ഉപ്പാന്റെ പൊന്നുമോൾ ഒരു കാര്യം ആശിച്ചാ അത് നടന്നിരിക്കണം, ആവശ്യപ്പെട്ട ഉപ്പ അത് നടത്തി തന്നിരിക്കണം. ഓ, താങ്ക് യു. ഓള് കൊഞ്ചാൻ നിൽക്കും, ഉപ്പ അതൊക്കെ കേൾക്കാനും നിൽക്കും. കുട്ടിയല്ലേടാ, കളിച്ചിരിച്ച് നടക്കട്ടെ. കുട്ടി അങ്ങാടിയെന്നും പള്ളിയെന്നും ഒക്കെ ആൾക്കാർ എന്നോടാ ചോദിക്കണത്, അന്റെ പെങ്ങൾക്ക് ഒരു അച്ചടക്കത്തിൽ നടന്നൂടെന്ന്. സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന വേറെ പെൺകുട്ടികള് പറഞ്ഞിടണുണ്ടല്ലോ, ഇവക്ക് എന്താ ഇട്ടാല്? പടച്ച റബ്ബ് ഞാൻ നിങ്ങളുടെ മനസ്സുകളിലേക്ക് നോക്കും എന്നാ പറഞ്ഞത്. അല്ലാതെ ഇട്ട കുപ്പായത്തിന്റെ നിറവും രൂപവും കണ്ട് ആളെ തെറ്റിദ്ധരിക്കുന്ന പൊട്ടനല്ല എന്നർത്ഥം. ആ, നിങ്ങൾ കുറച്ച് ആൾക്കാര് കാര്യങ്ങൾ തലതിരിച്ചു പഠിക്കുന്നതാ ഇവിടുത്തെ കുഴപ്പം. സുലോചനെ, ആ ഫോൺ നേരെ തന്നെയല്ലേ ഇരിക്കണേ നോക്കൂ. മോൻ അവിടുന്ന് വിളിക്കാത്തതിന് ഇവിടെ ഇരിക്കുന്ന ഫോണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചേച്ചി? വിളിച്ചോളും. ആ വിളിച്ചോളും. സ്വന്തം അമ്മയുടെ പിറന്നാളിന് ഫോൺ ചെയ്യാൻ പറ്റാത്തത്ര തിരക്കുണ്ട് ആ കുട്ടിക്ക് അവിടെ. വരൂ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ഓ, വലിയ കാര്യമായി പോയി. പായസം ഉണ്ടാക്കാൻ നേരത്തെ വരാന്നും പറഞ്ഞ് പോയതാ ഇന്നലെ നീ. ആ, നേരത്തെ എത്താൻ പറ്റിയ ഒരാള്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ അവളുടെ സ്വഭാവം. ക്ലാസ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഉച്ചയാവോളം പോത്തുപോലെ കിടന്നുറങ്ങും. അല്ല, പിറന്നാളായിട്ട് സുഭാഷ് മോൻ വന്നില്ലേ? വരുന്നത് പോട്ടെ, ഇന്ന് ഈ നേരം വരെ ഒരു ഫോൺ പോലും ചെയ്തിട്ടില്ല. ആ, കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്നൊക്കെ പറയാൻ എളുപ്പമുണ്ട്, പഠിച്ചുണ്ടാക്കണ്ടേ കുട്ടികള്. സമയം കിട്ടി കാണൂല. പരീക്ഷ കഴിഞ്ഞാൽ പുറപ്പെടാന്ന് പറഞ്ഞിരുന്നു. ശൈലജയും വന്നില്ലേ? അവൾക്കും അവളുടെ ഭർത്താവിനും അവിടെ തിരക്കൊഴിഞ്ഞിട്ട് അമ്മയുടെ കാര്യം അന്വേഷിക്കാനൊന്നും പണ്ടേ നേരെയില്ലല്ലോ. ഉം. കുട്ടികളുടെ അച്ഛനെ നേരത്തെ ഈശ്വരൻ വിളിച്ചില്ലേ? ഏട്ടൻ ഒരാളുള്ളത് 7ാം കടലിനക്കരയും. വേണ്ട, കുട്ടിക്കാലം മുതൽക്ക് ഞാൻ എന്റെ ഏട്ടനെന്ന് മനസ്സിലുറപ്പിച്ച കുഞ്ഞിക്കയും താഹിറമോളും ഉണ്ടല്ലോ. മതി എനിക്ക് പിറന്നാളുണ്ട്. ഈയിടയ്ക്ക് അവിടെ നിന്ന് വന്ന് കണ്ടിട്ടില്ലല്ലോ. വീട് പണി തീർന്നു എന്നായി. സുഭാഷ് മോനെ നിർത്തട്ടെ, എന്നിട്ട് വേണം കുടിയിരിക്കാനുള്ള തീയതി നിശ്ചയിക്കാൻ. ഈശ്വര, പരീക്ഷ കഴിഞ്ഞു, ഞാൻ ദേ വന്നു. ജയിക്കും. ഈശ്വരാജനെ ഉണ്ടാവും. വാ സുലോചനെ, സുബയ്ക്ക് കാപ്പി എടുത്തോളൂ. കാപ്പിയൊന്നും പോരമ്മേ, എനിക്ക് എന്തായാലും നന്നായിട്ട് വെട്ടി വീഴണം. നീ ഒന്ന് മേലെ ഒഴി വരുമ്പോഴത്തേക്ക് ഒക്കെ അമ്മ എന്നെ തയ്യാറാക്കാം. ഓക്കെ. സുലജനൊക്കെ ഉണ്ട് വീട്ടിലോട്ടോ. ആരുമില്ല ഈ ഭൂമി തന്നെ, ഇപ്പൊ വേറെ ആരുമില്ല, നമ്മൾ മാത്രം. അങ്ങനെയായാലോ?
അയ്യോ ആശയുള്ള മൂപ്പരുടെ. ആശിക്ക് മാത്രല്ല, നടക്കും, നടത്തും. എന്നിട്ട് ഒരു പോക്ക് പോയത് 1.5 മാസം. ഇതേ നിന്റെ +2 ചുറ്റിക്കളിയല്ല, എഞ്ചിനീയറിംഗാ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. നല്ല നേരത്തെ പത്തിരിയും വറുത്തരച്ച കോഴിക്കറിയും വേണം. ഉമ്മയോട് പറഞ്ഞേക്ക്. മെന്നെ അവനവന്റെ നില മറക്കണ്ടാട്ടാ. സാമ്പാറ്, രസം, തൈര് അത് മതിട്ടാ. ആണോ? ആ എങ്കിലേ സുഭാഷ് ചന്ദ്രമേനോ നാളത്തെ വണ്ടിക്ക് തന്നെ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാം. നല്ല നോൺ വെജിറ്റേറിയൻ ഫുഡ്, കണ്ടാലും കൊതി തീരാത്ത നല്ല ഇടിവെട്ട് സുന്ദരികളുണ്ട്. പോട്ടെ, മേനോൻ ഇനി എങ്ങും പോണില്ല. ഈ സുന്ദരിയെയും കണ്ട് ഇവിടെ തന്നെ. അല്ലുമ്മ, ഇപ്രാവശ്യം നിങ്ങള് കുഞ്ഞിക്കാനോട് പറഞ്ഞിട്ട് എന്റെ താഹിരന്റെ കല്യാണം ഒന്ന് ഉറപ്പിച്ചു തരുമോ? ഇതിപ്പോ ഉറപ്പിക്കാൻ എന്താ അസുകുട്ടിയെ? കുഞ്ഞിക്കാന്ന് പറഞ്ഞ എന്റെ അമ്മാവൻ. താഹിറാനെ ആർക്കേലും പിടിച്ചു കൊടുക്കണേക്കാളും നല്ല ലാനക്ക് തരണത്. 10-75 എന്റെ പൊന്നുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാ കേട്ടത്. പൊന്നും പണം ഒന്നും ഇല്ലേ വേണ്ടില്ല, എനിക്ക് വള കിട്ടിയാ മതി. ആഹാ, പൊന്നും പണവും വേണ്ടാന്നോ? ഒക്കെ വേണം. എടാ മോയന്തേ, അനക്ക് എന്താ ഒരു കുറവുള്ളത്? അത് ഉമ്മക്കാണൂടെ? എന്ത് ഒരു കുറവില്ലെന്ന്? അപ്പൊ അതാ ഉമ്മ പറഞ്ഞത്. ഉമ്മാന്റെ കുട്ടിക്ക് പെണ്ണും വേണം, ആ പെണ്ണിനെടുക്കാൻ മാത്രമല്ല പൊന്നും വേണമെന്ന്. നോക്കുമ്പോ കുഞ്ഞിക്കാ, 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 ഒരാങ്ങളെ ഉള്ളത് ഒന്ന് തിരിഞ്ഞു നോക്കൂ ആ വഴിക്ക്. അതിനിപ്പോ നീയും മോനും വന്നു പോയിട്ട് 2 ആഴ്ചയല്ലേ ആയുള്ളൂ അമിന. മനുഷ്യന്മാർക്ക് വല്ലതും പറ്റാനായിട്ട് 2 ആഴ്ച നേരം വേണം. ദാന്ന് പറയുമ്പോഴത്തേക്ക് മനുഷ്യന്മാര് മരിച്ചു വീണ കാലമല്ലേ? ഓ മതി, ഇനിയിപ്പോ ഈ വഴി കിടന്ന് മരിക്കണ്ട. വാ. അപ്പൊ എന്റെ കല്യാണത്തിന് നിങ്ങൾ ഉണ്ടാവൂലേ? ഒന്ന് പെട്ടെന്ന് ആവട്ടെ മക്കളെ. ആഹാ, അല്ലാ, ഇതെന്തപ്പത്? നാട്ടിലെ മൊത്തം കോഴിയുണ്ടല്ല, ഒരു ചോട് കോഴിയാ. നിങ്ങൾക്ക് മൊബൈൽ കോഴി കച്ചടാ? താഹിരമോള് പറഞ്ഞു കുറച്ച് നാടൻ കോഴികൾ കിട്ടണമെന്ന്. ഓൾക്കറിയാ ഹസൻകുട്ടിക്കാക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ടാന്ന്. തടിക്ക് പിടിക്കണെങ്കിലേ നല്ല നാടൻ തന്നെ വേണം കോഴി. കോഴിക്കച്ചവടം തുടങ്ങി വെച്ചിട്ട് എന്റെ കുഞ്ഞുക്കോയാപ്പിളെ കിട്ടാനില്ലെന്ന്. പിന്നെ ഇവിടുത്തെ കുട്ടി പറഞ്ഞതല്ലേന്ന് വിചാരിച്ച് പാഞ്ഞു നടന്ന് ഒപ്പിച്ചതാ. ഇവിടുത്തെ കുട്ടിയോ? അതെ. അല്ല, അത് ഈ നാടൻ കോഴി വറുത്തരച്ച് കറി വെക്കുന്നത് ഇഷ്ടമാണല്ലോ. നേരത്തെ പത്തിരി എന്ന് ഞാൻ പറഞ്ഞു. പറയണോ? അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ. എന്റെ ഉപ്പായ്ക്ക് എന്തൊക്കെയാ ഇഷ്ടന്ന്? എടി തീറ്റ കൊതിച്ച്, നിനക്ക് കോഴിയും പത്തിരിയും വേണമെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. എന്നാലും ഇത്രയും കോഴി വേണോ? അത് ഞാനും കൂടി ഉള്ളതിന്റെ പേരിൽ കൂട്ടി പറഞ്ഞായിരിക്കും. ഓ, അമ്മാവന്റെ പുന്നാര മരുമോനെ ഒന്ന് സൽക്കരിക്കാൻ പോയി പണി നോക്കണം. എന്നാലും പറഞ്ഞാട്ടെ, എന്താ ഇപ്പൊ ഈ നാടൻ കോഴിയുടെ ഒരു കഥ? നിങ്ങളുടെ ഒരാൾക്ക് തന്നെയാണ് ഉപ്പ. എന്റെ ഒരാളോ? ആ, ചെറുപ്പത്തിലേ ഉപ്പ തന്നെ ഇറച്ചി മീനൊക്കെ തിരിച്ച് ബെടക്കാക്കില്ലേ ഒരു ചെക്കന്? അവനാ മേനോൻകുട്ടി. ഓ, മേനോൻകുട്ടിക്ക് ഞാൻ വിടക്കാക്കെങ്കിലേ ഇപ്പൊ അവനെ കോഴിയും മീനും ഒക്കെ തീറ്റിക്കുന്ന ഏജന്റ് നീയാണ്. നടക്കട്ടെ നടക്കട്ടെ. സുബേ, ഉപ്പ കോഴിക്കേസ് തിരിച്ചു മറിച്ചും ചോദ്യം ചെയ്യണത് കേട്ടപ്പോ പേടിച്ചു പോയി. കുഞ്ഞിമാമയും എന്റെ അമ്മയൊന്നും ഒരിക്കലും ചിന്തിക്കില്ല നമ്മൾ ടൈറ്റാനിക്കിലാണെന്ന്. ഒടുവില് കപ്പലും മുങ്ങിപ്പോവാന്നാ പേടി. ഇംഗ്ലണ്ടിൽ നിന്ന് ശങ്കരമാമ വിളിച്ചപ്പോ അമ്മയോട് പറയണ കേട്ടു, എന്നെ എത്രയും വേഗം ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോവാന്ന്. ശങ്കരമാമ, ആ കോണ്ട മേനോന് വേറെ പണിയൊന്നുമില്ലേ? എന്നിട്ട് താനെന്ത് തീരുമാനിച്ചു? ഉടനെ പെട്ടിയെടുക്കുന്നുണ്ടോ? ഞാൻ എങ്ങും പോണില്ലേ. വേണ്ട, വയ്ക്കൂ. പോണേന് മുമ്പേ ഞാൻ മൂക്കില് പഞ്ഞിയും വെച്ച് നീണ്ടു നിവർന്ന് കിടക്കുന്ന കണ്ടിട്ട് പുറപ്പെട്ടാ മതി കേട്ടോ. ഇല്ല, എന്റെ കുട്ടൂസിനോട്ട് എങ്ങും എങ്ങും പോവില്ല ഒരിക്കലും. എനിക്കറിയാം, ഒക്കെ എനിക്കറിയാം. അപ്പൊ കള്ളം പറഞ്ഞതിനെ പറ്റിക്കായിരുന്നു അല്ലേ? നോക്കൂ, ജീവിതത്തിന്റെ ഒരു വല്ലാത്ത വഴിത്തിരിവിലാണ് ഞാനിപ്പോ. ഇവിടെ എനിക്ക് പ്രേമിക്കാനോ പൈങ്കിളി കഥയിലെ നായകനാവാനൊന്നും നേരമില്ല. എന്റെ മനസ്സിൽ ആശകൾ വളർത്തി തന്നിട്ട് പ്രേമം നിനക്കിപ്പോ ഒരു പൈങ്കിളി കഥ അല്ലേ? എന്നോട് ഇമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, കൊല്ലും ഞാൻ, കൊല്ലും. കൊള്ളാം, അസലായില്ല. എന്റെ അനീതി ആയതുകൊണ്ട് പറയല്ല. ഭാവാഭിനയത്തിന്റെ കാര്യത്തില് മഞ്ജു വാര്യര് മാറി നിൽക്കണം. ഈ സുഭാഷ് തെറ്റിച്ചതോ? സുഭാഷ് മോന് എന്നെ കണ്ടതിന്റെ ചമ്മല.
കുഞ്ഞുമാമയെ കണ്ടപ്പോ കഥാപാത്രം കയ്യിൽ നിന്ന് പോയി. അല്ല കുഞ്ഞിക്ക എന്തപ്പോ ഈ വഴിക്കാവോ? ഭരതൻ ലീവിന് വന്ന ഒരു നാടകം തട്ടിക്കൂട്ടുമെന്ന് അറിയാമല്ലോ, ഒന്ന് കാണാമെന്ന്. കുഞ്ഞിക്കും തുടങ്ങിയ നാടാക്കമ്പൊക്കെ. ഏയ്, ഞായറാഴ്ച അന്ന് വീട് കൂടിയിരിക്കില്ല, എല്ലാരും നേരത്തെ അങ്ങോട്ട് എത്തണം. ആഹാ.
മജീദ് ഭായ്. വരും വരും. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. എന്തൊക്കെയുണ്ട് പക്ഷേ? സുഖം, അങ്ങനെ പോണു. കുഞ്ഞിക്ക സുഖം തന്നെ. കൂടെ കൂടെ ചെറുപ്പമുണ്ടല്ലോ മോനെ. ദുബായിലെ കാറ്റ് നിങ്ങൾക്ക് തിരക്കേടില്ലല്ലേ? ആ ഒരു സിഗരറ്റ് നോക്കട്ടെ. പടച്ചമ്പുരാൻ അവിടെ അറബിനാട് ഉണ്ടാക്കിയിട്ടോണ്ട് നമ്മളെ പോലുള്ളവർ ജീവിച്ചു കൊണ്ട് നാരായണ. അപ്പൊ കാണാം. വീട്ടിലേക്കൊന്ന് വരട്ടെ ബഷീറെ, ചില കാര്യങ്ങളുണ്ട്. ചെല്ലട്ടെ. ശരി ശരി. കൊല്ലക്കണക്കിന് ഗൾഫിൽ പോയി എന്നിട്ടും ഗതി പിടിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇവൻ 4-5 കൊല്ലം കൊണ്ട് ഒരു മുതലാളിയായി. ഇത് മോന് ഇഷ്ടായ? സൂറ, പുറത്തിരിക്കുന്നവർക്ക് കുടിക്കാൻ നിങ്ങൾ കൊടുത്തോ? കൊടുത്തു. ഉച്ചയൂണ് ആരെങ്കിലും ഉണ്ടാവോ? പള്ളി കമ്മിറ്റിക്കാർ മുഴുവനും ഉണ്ടാവും. പിന്നെയും ആരെങ്കിലും ഒക്കെ കാണും. ഒരു 10-20 പേർക്ക് കരുതിക്കോ. ഉപ്പ ഇത് ഞാൻ എടുത്തോട്ടെ. ഉപ്പാന്റെ മോന് അതിലും മുന്തിയത്. സൂറ, പള്ളി ഉണ്ടാക്കാൻ കുറച്ച് പൈസ വേണമെന്ന് ഓനോടൊന്ന് ഗൗരവായിട്ട് പറയണം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങൾ അയച്ചു തന്നില്ല ബാക്കിയുള്ള റെസിറ്റ് ബുക്ക്. ദാ പണം. പള്ളീന്റെ മുകളിലേക്ക് ഒരു നിലയും കൂടി പണിയണം. ഓരോ നാട്ടിൽ നിന്ന് ഓരോരുത്തരും ഇതുപോലത്തെ ആവശ്യങ്ങൾക്ക് പിരിവിന് വരും. ഗൾഫില് നമ്മുടെ ആൾക്കാർക്കും പണിയും കാശുമില്ലാത്ത അവസ്ഥയുണ്ടേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉമ്മ ഉപ്പാപ്പ വന്നു. മജീദ് ഇരിക്കെ. കഴിഞ്ഞ വെള്ളിയാഴ്ച വരാന്ന് പറഞ്ഞിട്ട് പാപ്പാനെ കണ്ടില്ല. നമ്മുടെ പെരുങ്കൊല്ലം ഗോപാലന്റെ മോളുടെ കല്യാണം. അബറ്റകൾക്ക് ഒരു വഴിയില്ലേ? നമ്മളൊന്ന് കൂടിക്കൊടുത്താ കുറച്ച് പൈസ പിടിച്ചെടുക്കാമല്ലോ എന്ന് കുട്ടിയോള്. വരാൻ പറ്റിയില്ല മോളെ. പള്ളി ഉണ്ടാക്കാൻ കുറച്ച് പൈസ മജീദ് കൊണ്ടുവന്നിട്ടുണ്ട്. പള്ളി നന്നാക്കാൻ എളുപ്പമുണ്ട്. പൈസ ഉണ്ടായാ മതിയല്ലോ. മനുഷ്യന്മാരെ നന്നാക്കാൻ രാമാജി. എന്നാ നമ്മളങ്ങോട്ട്. അസ്സലാമലൈക്കും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അസീസിന്റെ വീട്ടുകാരെന്തു പറയുന്നു റസിയ? അവരൊക്കെ എന്തു പറയാനാ സർ? മൂപ്പർക്ക് മക്കളെ വിട്ടുകിട്ടാൻ വേണ്ടി എന്നോട് കേസ് കൂടാൻ പോവാത്രേ. എന്താ സൂറ മുതലാളിച്ച് ഈ വഴിക്ക്? പുയ്യാപ്പളം ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. നിന്റെ പുതിയാപ്പളം നിന്നെ പോലെ തന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടിയല്ലേ? ഇതാ ഇങ്ങക്കുള്ളതാ. എന്താ ഇതൊക്കെ? എന്തിനാ മോളെ എനിക്ക്? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എങ്ങനെയുണ്ട് അവന്റെ പഠിപ്പൊക്കെ? പഠിക്കും പഠിക്കും പഠിക്കും. പിന്നെ വികൃതി. ആ കാര്യത്തിൽ ഇവന്റെ ഉപ്പ മജീദ് തൊട്ട് മോശമായിരുന്നില്ലല്ലോ. നീയും അതെ. അടുത്ത പോലെ ഇംഗ്ലീഷ് മീഡിയത്തിലാക്കണമെന്ന് പറയുന്നുണ്ട് മൂപ്പര്. അതുകൊണ്ട് ഓനെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങള്. നിങ്ങൾക്കൊക്കെ അറിയാലോ, എനിക്ക് എല്ലാ മക്കളും ഒരുപോലെയാ. ഏത് മീഡിയത്തിൽ പഠിച്ചാലും മക്കൾ മനുഷ്യരായിട്ട് വളരണം. ഉന്നതമായ തൊഴിൽ നേടാനുള്ള ഒരു പരിശീലനം മാത്രമാവരുത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അവിടെ എപ്പോഴും ആളും തിരക്കാ. ഞാൻ പോട്ടെ. ഞാൻ അന്വേഷിച്ചു എന്ന് പറയും ഇതിനോട്. എന്താ മാഷേ? ഒന്നുമില്ല. ഇന്നും ക്ലാസ്സിൽ പോയില്ല? ക്ലാസ്സിലേക്കല്ലേ വന്നേ. ഇതിങ്ങൾക്ക് ആവശ്യമുണ്ട് ആവശ്യമുണ്ട്. നിങ്ങൾ എന്നെ എടുത്ത് ചൊറിച്ചിലുണ്ടാവും. അറബി നാട്ടിൽ നിന്ന് വന്നിട്ട് അറബി മാഷായ ഞമ്മക്കൊരു സെന്റ് കുപ്പി കൂടിയില്ല. വെറുതെ അല്ല പറഞ്ഞ മുസ്ലിം സഹിക്കല്ലാന്ന്. എന്തു പറയാനാണ് നിനക്ക്? ഇപ്പഴാ ശ്വാസം നേരെ വീണു. ഞാൻ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടാന്ന്. സുബേ, ഒരുപാട് കുട്ടപ്പനാവാൻ ശ്രമിക്കരുത് കേട്ടോ. എനിക്ക് അരിശം വരുന്നുണ്ട്. ഈ സുന്ദരിയുടെ മുഖം കാണാനാ കാവൽമാടത്തിലോട്ട് ഞാൻ വരാൻ പറഞ്ഞത്.
ഇതാ കഴിക്ക്, ഒക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഭക്ഷണം കുട്ടിയെന്നെ വിചാരം. ആ അതെ, ഞാൻ കുട്ടിയാണല്ലോ. താഹിറന്റെ മേനോൻ കുട്ടി. ആ ഇത്തിരി കുട്ടിത്തൊക്കെ ഉള്ളി സൂക്ഷിക്കണം, നല്ലതാ. അപ്പോഴേ വലിയ തെറ്റൊന്നും ചെയ്യാൻ മനസ്സ് പറയില്ല. സുബൈ, ഇങ്ങനെ ആരും കാണാതെ കള്ളത്തരത്തിലല്ലാതെ എന്റെ സുബയ്ക്ക് വെച്ച് വിളമ്പി തരാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവോ? ഏടി മണ്ടൂസേ, ഈ നേരത്തിന്റെ രസം കളയാൻ എന്തിനപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ? ഈ ഭൂമിക്കിപ്പോ ഇത്രേ വലിപ്പുള്ളൂ. ഇവിടെ ഞാനും എന്റെ കുട്ടൂസും ലോകം അവസാനിക്കോളം ഇങ്ങനെ. ടീച്ചർ, ഇന്നലത്തെ പാഠം എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ. പഠിച്ചിട്ടുണ്ട് സാർ. ആ. മുഹമ്മദ് പ്രസന്റ് ടീച്ചർ. സിദ്ദിഖിങ് വന്നേ. എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു സാധനം? ഉപ്പ് കൊണ്ടുവന്നതാ. അത് ഉപ്പയ്ക്ക് വെക്കാനല്ലേ? നീ ചെറിയ കുട്ടിയല്ലേ. നല്ല കാണാൻ സുന്ദരനായ ഈ കുട്ടിക്ക് എന്തിനാ തലയിൽ തൊപ്പി? അത് തന്നെയല്ല, നോക്കിക്കേ, ആരുടെ തലയിലും തൊപ്പിയില്ലല്ലോ. നമുക്കിത് വേണ്ട. ഓ, ആഹാ. മുസൽമാനായ തലയെ തൊപ്പി വെക്കാന്നുള്ളത് സുന്നത്താ. അത് വേണ്ടാന്ന് പറയാൻ ഇയാൾ ആരാ? പറയും, അവന്റെ ഉള്ളിലിരിപ്പ് വേറെയാണ് ആൽക്കുട്ടി മാഷെ. നിങ്ങളൊക്കെ തന്നെയല്ലേ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നേ. മനസ്സിലായില്ല? എന്നാ മനസ്സിലാക്കിക്കോളെ. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ നാടാണ് അറബി നാട്. ഈ ഖുർആൻ എഴുതിയ ഭാഷയാണ് അറബി ഭാഷ. ആ അറബി ഭാഷ കുട്ടികളെ പഠിപ്പിക്കുന്ന മാഷാണ് ഈ ആലിക്കുട്ടി മാഷ്. ആ അറബി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കുപ്പി സ്പ്രേയോ ഒരു കുപ്പായത്തിലുള്ള തുണിയോ ഇങ്ങളെ കെട്ടിയോട് കൊണ്ടുവന്നത് ഈ ആലിക്കുട്ടി മാഷക്കല്ല, നേരെ കൊണ്ടേ കൊടുത്തില്ലേ മറ്റേ മൂപ്പർക്ക്. ആ മൂപ്പരല്ലേ നിങ്ങളെ പൊന്നാര മോന്റെ തലേന്ന് തൊട്ടിടിപ്പിച്ചേ. ഇതൊന്നും ഇവിടെ നടക്കൂല എന്നൊരു ഭീഷണി. എങ്ങനെയുണ്ട്? ഇതൊക്കെ എവിടെ ചെന്ന് എത്തുന്നു പഠിത്തോന്നല്ലാണ്ട. ശ്യാമള പി കെ, ശ്രീകുമാരി ഓക്കെ, രാമകൃഷ്ണൻ പി എ, അബുബക്കർ സിദ്ദീഖ്, ഉസ്മാൻ പി എം, നിന്നോട് തൊപ്പിയും വെച്ച് സ്കൂളിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? അനുസരണക്കേട് കാണിക്ക. ഈ സ്കൂളിൽ ജാതി മതമൊന്നും ഇല്ല. ഇക്കാലം വരില്ലാത്തൊരു തൊപ്പി. എന്താ കളിയാക്ക? പറടാ, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യൂ. ചെയ്യൂടാ. ഒരേന്ന് പറഞ്ഞതാ, തൊപ്പിയിട്ടോണ്ട് തന്നെ പോയാ മതി. നിന്നോടും പറഞ്ഞു മോനെ തൊപ്പിയിട്ടുകൊണ്ട് വരാൻ. പറഞ്ഞിട്ടാ നിങ്ങളെ രക്ഷിതാക്കളും ഈ ഞാൻ പഠിപ്പിച്ച കുട്ടികളാ. ഞാൻ എന്താ പഠിപ്പിച്ചത്? അവരെന്താ പഠിച്ചത്? ഈശ്വര. എന്റെ അച്ഛൻ എന്തൊരു മനുഷ്യനാ. എന്നിട്ട് ആ ചെക്കന്മാരുടെ തലയിൽ ആ കുന്തം എടുത്ത് വച്ചു കൊടുത്തുന്നോ? പേടി രഘുവിന്റെ അച്ഛനെന്നല്ല, നമ്മുടെ സമുദായക്കാർക്ക് മൊത്തത്തിലുണ്ട് ഈ അസുഖം, ചെറിയൊരു പേടി. അതൊക്കെ വെറുതെ. പിന്നെ ജാതിബോധമില്ലായ്മ. അതുകൊണ്ടല്ലേ എണ്ണത്തിൽ കുറവെങ്കിലും വണ്ണത്തിൽ അവന്മാര് വളരുന്നത്. ഒത്തൊരുമിച്ച് നിൽക്കാൻ പഠിച്ചാൽ ഇന്ത്യ രാജ്യം ഒട്ടുക്ക് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു മഹാശക്തി ആവില്ലേ നമ്മളെ ഹിന്ദുക്കള്. പിന്നെ അവർക്കിപ്പോ കാശിന്റെ ഹുങ്ക.
എണ്ണപ്പണത്തിന്റെ അഹങ്കാരം. ഇനിയും കണ്ടില്ല കേട്ടില്ലെന്ന് വെച്ചാ അവര് നമ്മുടെ തലയിൽ കയറും തൊപ്പിയായിട്ട്. ഇങ്ങോട്ട് മാറി നടക്കണം. അതിലേക്ക് ചേരണ്ട. ഇതിലേക്ക് ചേർക്കില്ല, ചേരുന്നുമില്ല. നടക്കണ. നല്ലപോലെ നിൽക്കണ ഈ നാട് നാശമാവാൻ നിങ്ങൾ 4 ആൾക്കാരെ കാണിക്കുന്ന ഈ തമാശകളി മതി. തമാശകളി അല്ലത്. അല്ല, തോന്നിയാസം. ഉപ്പയില്ല ഇടപെടണ്ട. ഇങ്ങക്കിത് പറഞ്ഞാൽ മനസ്സിലാവൂല. അതെ, മനസ്സിലാവൂല. മതത്തില് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇക്കാലം വരെ മാനം മര്യാദയ്ക്ക് ഈ നാട്ടിൽ ജീവിച്ച ഞങ്ങൾ വയസ്സന്മാർക്ക് നിങ്ങൾ 2 കൂട്ടര് ഇപ്പൊ ഈ പറയണ മതം മനസ്സിലാവൂല. പോടാ. ഈ പോക്ക് നല്ലതിനല്ലല്ലോ റബ്ബേ. ഇന്ത്യ എന്റെ രാജ്യമാണ്. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദര സഹോദരന്മാരാണ്. ഞാൻ എന്റെ ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇത് എവിടെ പോരാമ? വയ്യടോ, എനിക്ക് വയ്യ. അയാള് പോണെങ്കിൽ പോട്ടെ. നമ്മുടെ കുട്ടികൾ തൊപ്പി വെച്ചെന്നെ ഇവിടെ പഠിക്കും. ഗുരുത്വദോഷം പറയരുത് മജീദ്. നിന്നെ തറാ പറാന്ന് പഠിപ്പിച്ച ഗുരുനാഥനാ അദ്ദേഹം. തറ പറ വല കൊല തേങ്ങാക്കൊല അത്രയൊക്കെ മതി. തലയിൽ തൊപ്പി വെക്കണോ വേണ്ടെന്ന് കയറ് പഠിപ്പിക്കണ്ട. എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുമക്കളുടെ തലയില് ഒരു വാശിത്തൊപ്പി ഇട്ടുവെച്ച അങ്ങാടിയിലൂടെ കോലം കെട്ടി നടത്തിയ അതൊരു ദീനീ പ്രവർത്തനമായെന്നാണോ വിചാരം? നിസാര കാര്യത്തിന് തമ്മിത്തല്ലിയും വെട്ടിയും കുത്തിയും പാവപ്പെട്ടവന്റെ ചോര കുറെ വീണതായി ഈ മണ്ണില്. കുതിരപ്പന്തയവും കാളപൂട്ടും പന്തുകളിയും പോലെ ഒരു ആവേശം പിടിപ്പിക്കലുവാ നിങ്ങൾക്കിതൊക്കെ. പടച്ചോനെ വിചാരിച്ച് ഇനി ഈ കടപ്പുറത്തെ മണല് മനുഷ്യന്റെ ചോര കൊണ്ട് ചുമപ്പിക്കരുത്. ആലിക്കുട്ടി മാഷേ, തൊപ്പി ഇട്ട നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കേ. കുടുങ്ങിയോ? അത് നിങ്ങളുടെ മദ്രസയെ പഠിപ്പിച്ചാൽ മതി. ഇത് സർക്കാർ ശമ്പളം കൊടുത്ത് മാഷന്മാരെ വെച്ച് നടത്തുന്ന സ്കൂളാ. സ്കൂള് കുമാരമാഷേ, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ളത് നിങ്ങളും പഠിപ്പിക്കുക. അതിന് നിന്നെ തറവാട് വകയാണ്ട സ്കൂൾ. അതേടാ, ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ കൂട്ടത്തില് നല്ല എണ്ണം പറഞ്ഞ കണിമംഗലത്തെ തറവാട്ടേ ഉണ്ടാക്കിയ സ്കൂള്. ഇവിടെ ആരും അറബി തൊപ്പിയും വെച്ച് പഠിക്കാൻ വേണ്ട, പഠിപ്പിക്കാൻ വേണ്ട.
എന്താ വന്ന് കിടക്കണില്ലേ ഞങ്ങള്? രഘു, ഇത്തിരി പോന്ന കുഞ്ഞു മക്കൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന സരസ്വതി ക്ഷേത്ര മുറ്റത്ത് വെട്ടും കുത്തും ചോരക്കലയും അല്ലേ? വെട്ടും കുത്തും ഗുണ്ടായിസവും അവരൊരു കൂട്ടർക്ക് മാത്രമല്ല നമുക്കും പറ്റും. നമ്മളോ? അതാരായി നമ്മള്? നമ്മള് ഹിന്ദുക്കള്. ഈശ്വര, ഇക്കണ്ട ആൾക്കാർക്കൊക്കെ അക്ഷരം ചൊല്ലിക്കൊടുത്തവനാ ഞാൻ. എന്റെ മോന്റെ മനസ്സിലും ഇങ്ങനെ ഒരു വിഷം. അച്ഛനറിയഞ്ഞിട്ടാ മുളയിലെ നുള്ളില്ലെങ്കിൽ അവര് മൂത്ത് ജീവിച്ചു പോകാൻ പറ്റാതാവും നമുക്കിവിടെ. ഈ പോക്ക് പോയാൽ അധികകാലം ജീവിച്ചു പോവില്ല ആരും. മതം മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കാനുള്ളതാ. ആത്മീയത സ്വകാര്യതയും ഈശ്വരൻ മാത്രം അറിയേണ്ട കാര്യം, അല്ലാതെ അതൊരു പ്രകടനത്തിലുള്ളതല്ല. ഒരു തൊഴിലുമില്ലാത്ത കുറെ ആൾക്കാർ ഇവിടെ മതം ഒരു തൊഴിലാക്കി, അത്രേ ഉള്ളൂ. രഘു, ഇങ്ങോട്ട് ഇറങ്ങി വേണം. എന്തേ മജീദിനെ വെട്ടിയ വെട്ട് കൊള്ളൂല്ലേ? എന്നാ പിന്നെ അതോടെ തീർത്തിട്ട് തന്നെ ബാക്കി. എന്നാ തീർക്കണം. നീ മാറി. നിർത്താൻ. സന്തോഷമായി മോനെ. കാര്യമില്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി മനുഷ്യന്മാരെ കൊലക്ക് കൊടുക്കാനും നാട് ചാമ്പലാക്കാനും മാത്രം പോകുന്നൊരു മോനുണ്ടായല്ലോ ഉപ്പാക്ക്. സന്തോഷമായി. ഒന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കിക്കും, വിവേകമില്ലാത്ത നിങ്ങൾ കുറെ പോത്തുകൾക്ക് കൈകാര്യം ചെയ്യാനുള്ളതല്ല മതം. മേനോട്ടെ, ശ്രീദേവി അമ്മന്ന് വിളിക്കേ. കയറിയിരുന്നോളൂ. അമ്മേ, ഇരിക്കാനും കിടക്കാനോ നേരമില്ല. നമ്മുടെ കൂട്ടർക്ക് ഈ നാട്ടിൽ തന്നെ ജീവിച്ചു പോകാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ട സമയമായിട്ടുണ്ട്. അമ്മേ. ശ്രീദേവി അമ്മേ, നിങ്ങൾ അത്യാവശ്യം പഠിപ്പുള്ള ഒരാളാണ്. കാര്യങ്ങൾ കണ്ടാലും കേട്ടാലും മനസ്സിലാവും. മാപ്പിളാർക്ക് തൊപ്പിയിട്ട് പഠിക്കാനും പഠിപ്പിക്കാനും ഒരു സ്കൂൾ വേറെ നോക്കിക്കോട്ടെ. നമ്മുടെ സ്കൂളിൽ വേണ്ടത്. നമ്മുടെ സ്കൂളോ? എന്റെ അച്ഛൻ ഈ കടപ്പുറത്തൊരു സ്കൂൾ വേണമെന്ന് വെച്ചത് കുഞ്ഞുമക്കളെ ജാതി തിരിച്ച് പഠിപ്പിക്കാനല്ല, മതം പഠിപ്പിക്കാനുമല്ല.
ശ്രീദേവിയമ്മ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. അച്ഛൻ അത് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ആ സ്കൂളിന് വേണ്ടി രാപ്പാൽ അധ്വാനിച്ചതും ഇന്നും അത് ജീവനപ്പുറം കൊണ്ടു നടക്കുന്നതും ഹെഡ് മാസ്റ്റർ രാമേട്ടൻ ഒരാളാ. ആ മനുഷ്യനെ വേദനിപ്പിച്ച ഈ പ്രശ്നത്തിൽ എനിക്ക് 2 കൂട്ടരോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോ 2 കൂട്ടർ ഒരേപോലെയാണ് നിങ്ങൾക്ക് അല്ലേ? പിന്നല്ലാതെ എന്താ മക്കളെ വ്യത്യാസം? എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടാക്കാനല്ലല്ലോ, ഇല്ലാണ്ടാക്കാനല്ലേ ഇതുകൊണ്ടൊക്കെ പറ്റുള്ളൂ. ചുരുക്കത്ത് കണിമംഗലത്തെ മേനോമാര് ഇവിടുത്തെ ഹിന്ദുക്കളോട് നിൽക്കൂലെന്നില്ലേ? ഈ തറവാട്ടില് പണ്ടും ജാതിയും മതവും നോക്കി ഒന്നിന്റെയും കൂടെ നിന്ന് ചരിത്രമില്ല. അറിയാഞ്ഞിട്ടാ. അറിയാം. കണിമംഗലത്ത് കാവലെടുക്കാറ് ആ മാപ്പിള കുഞ്ഞുകോയാണെന്നറിയാം. അത്രയൊക്കെ മനസ്സിലാക്കാനേ ബുദ്ധി വളർന്നിട്ടുള്ളൂ. വാവടുക്കുമ്പോ വലിവ് കൂടുമ്പോ എന്റെ നേരെ ഏട്ടൻ ശങ്കരമേനൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഫോണിൽ ചോദിക്കും അസുഖം എങ്ങനെയുണ്ടെന്ന്. അന്നേരത്ത് ഒരു പായം മരിച്ച് ഉമ്മർത്ത് കാവല് കിടക്കാൻ കുഞ്ഞിക്കേ ഉണ്ടാവാറുള്ളൂ. എന്റെ അമ്മ പ്രസവിച്ചിട്ടില്ലാത്ത എന്റെ ഏട്ടൻ. കാര്യമില്ലാത്ത കാര്യത്തിലേക്ക് പാവം കുഞ്ഞുമാമനെ വലിച്ചടക്കണം എന്തിനാ? കഞ്ഞിമാമൻ ഇനി ഇവിടെ നിന്നാലുണ്ടല്ലോ ചോറിഞ്ഞു വരണ്ട എനിക്ക്. എന്നാ പിന്നെ നീ ഒന്ന് ചൊറിഞ്ഞിട്ട് പോ. ഒരു കാര്യം അമ്മയും മോനും ഓർത്തോ, ഹിന്ദുക്കൾക്ക് ദോഷം ചെയ്യാനാണ് സ്കൂളെങ്കില് അങ്ങനെ ഒരു സ്കൂൾ ആ കടാപ്പുറത്ത് വേണ്ട, ഉണ്ടാവില്ല. വാടാ. ഈ മനുഷ്യന്മാരൊക്കെ എന്താ ഇങ്ങനെയായി പോയത്? വേറൊരു തൊഴിലില്ലാത്തോണ്ട്, അല്ലെങ്കിൽ ഇതൊരു നല്ല തൊഴിലായതുകൊണ്ട്. ബോഡി കൊണ്ടുവരാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു. എല്ലാം അവിടെ റെഡിയാണ് സർ. ഹലോ, എന്ത് ജമീല, ഇക്കാക്ക് ആഗ്രഹമില്ലാണ്ടാണ് മുത്ത നിന്റെ അടുത്ത് വന്ന് നിൽക്കാൻ. പടച്ചോൻ സഹായിച്ചിട്ട് ഈ കടപ്പുറത്ത് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ശാന്താവും. ഹംസക്ക പറന്ന് നിന്റെ അടുത്ത് എത്തൂലേ? ഞാൻ പിന്നെ വിളിക്കാം, പോലീസുകാർ പറയില്ലേ. ബ്രദേഴ്സ്, കടലിനോട് മല്ലിട്ട് ജീവിക്കുന്ന പാവപ്പെട്ട ശുദ്ധന്മാരായ ആൾക്കാരാണ് ഈ കടപ്പുറത്തുകാർ. മിസ്റ്റർ രാജേഷ് സർ, സർ, ചില കപട വിശ്വാസികളും കച്ചവടക്കാരും ഒക്കെ ചേർന്ന് വരുത്തി തീർത്തതാണ് ഈ ട്രാജഡി. സി, നമ്മൾ പോലീസുകാർ ഈ നാടിന്റെയും നാട്ടുകാരുടെയും സംരക്ഷകരാണ്. നമ്മുടെ അറ്റൻഷൻ ഇല്ലായ്മ കൊണ്ട് ഇനി ഒരു കുഴപ്പവും സംഭവിച്ചുകൂടാ.
വളരെ വൈകാരികമായ ഒരു പ്രോബ്ലമാണ്. സെൻസിറ്റീവായ ജനങ്ങളാണ്. ഒരു ചെറിയ തീപ്പൊരി മതി ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കാൻ. അതുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നതുവരെ ഇവിടമാണ് നമ്മുടെ വീട്, ഈ നാട്ടുകാരാണ് നമ്മളുടെ കുടുംബം. സർ, ആരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ അറിയാലോ CA ഹംസക്കുഞ്ഞിനെ. ഹലോ, എന്റെ ജമീല നെയ്ച്ചോറ് ഇനിയും തിന്നാലോ, പെരുന്നാൾ വരെയല്ലേ. അപ്പച്ചാ, എന്റെ മോളെ. അസ്സലാമലൈക്കും. ഹത്തീബ് സൈനുദ്ദീൻ മുസ്ലിയാർ? ഞാനാണ്. ഞാനല്ല. എന്താ പേര്? സൈനുദ്ദീൻ മുസ്ലിയാർ. തന്റെ പേരെന്താന്നോ ചോദിച്ചത്? അലിക്കുട്ടി മാസ്റ്റർ. ജോലി ചോദിച്ചില്ല, പേര് ചോദിച്ച പേര് മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായി? എന്ത് മനസ്സിലായി? പേര് മാത്രം പറഞ്ഞാൽ മതി. എന്നാ പറ. ആലിക്കുട്ടി 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 എങ്ങനെ ആലിക്കുട്ടി. പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കേൾക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുകയില്ല. എന്തായാലും എന്നോട് പറയാലോ. കളക്ടർ ഓർഡറാ പള്ളിക്കകം സെർച്ച് ചെയ്യാൻ. എന്തിനാ ഇത്? പടച്ചോനും പടപ്പുകളും പൊറുക്കാത്ത കാര്യങ്ങളാണല്ലോ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്രമികൾ പരിശുദ്ധമായ പള്ളിക്കകത്ത് ആയുധങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നു എന്നാണ് അറിവ്. പരിശോധിക്കാതിരിക്കാൻ വയ്യല്ലോ. അല്ലാന്റെ വീടായ പള്ളിക്കകത്ത് ആയുധങ്ങളാ? ഖത്തീബ് പൊറുക്കണം. ഇങ്ങക്ക് ഇങ്ങനെ ജോലി ചെയ്തല്ലേ പറ്റൂ. കേറി സംശയം തീർക്കാം. കമാൺ. അതെല്ലാം വണ്ടി കയറ്റി. സർ, വിഷമിക്കാതിരിക്കും. അള്ളാനെ ഭയന്ന് നേർമാർഗത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണിത്. എന്ത് ചെയ്യാം, കാലം അത്രയ്ക്ക് ചീത്തയായി പോയി. നിങ്ങൾ കുറച്ചു പേർക്ക് ഇവിടെയാണ് ഡ്യൂട്ടി. സർ, മാറിക്കടേ. മാറിക്കല്ലേ വന്നേ. കിട്ടോ? നമ്മളെ കരഞ്ഞിട്ടെന്താ? റബ്ബുലാലമീനായ തമ്പുരാൻ ഒക്കെ അറിയുന്നവനല്ലേ, പുറത്തോളും. എന്നാലും പള്ളിന്റെ അകത്ത് മനുഷ്യനെ കൊന്ന വാള്, മനുഷ്യന്റെ ചോര. എത്ര മനുഷ്യ സഹോദരങ്ങളുടെ ജീവനാ തട്ടി തകർത്തത്. അവരുടെയൊക്കെ വേണ്ടപ്പെട്ടവരുടെ നെഞ്ചുപൊട്ടിയ കരച്ചിലാ കടപ്പുറത്ത് കേൾക്കുന്നത്. കടപ്പുറം ശാന്തമാണിപ്പോ, പക്ഷേ എനിക്ക് പേടിയാവുന്നു. കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദതയാ. ഇനി ഈ കടപ്പുറത്ത് ജീവിച്ചു പോകുന്നു തോന്നുന്നില്ല. ഞാനൊന്ന് നിസ്കരിച്ചിട്ട് വരാം. സർവലോക രക്ഷകനായ തമ്പുരാന്, നിന്റെ അടിയങ്ങൾക്ക് അറിയാതെ വന്നുപോയ തെറ്റുകളെ നീ പുറത്തു കൊടുക്കണമേ. മുള്ളാക്കട വീടണ കത്തിക്കണത്. ഒഴിച്ചോ.
ഞങ്ങളുടെ ആൾക്കാരെ കൊന്നൊരു ഒറ്റ മാപ്പിളനെ ഇവിടെ കാണരുത്. ഓർമ്മകളെ എല്ലാം എന്റെ മക്കളെ കാത്തിക്കണം. ഇങ്ങനെയൊക്കെ കരുതിയില്ലല്ലോ കുഞ്ഞിക്ക. ആക്കി തീർത്തു എല്ലാരും കൂടെ. കടപ്പുറം വിട്ട് ആളുകൾ കൂട്ടത്തോടെ പോയി തുടങ്ങി. എവിടേക്കെന്ന് വെച്ചാ ഉണ്ടാക്കി തീർക്കാൻ എളുപ്പമായിരുന്നു. ഇനി ഒതുക്കി തീർക്കാൻ ആരെ കൊണ്ട് പറ്റുമെന്നാ. അടക്കടലില് കയ്യിൽ നിന്ന് തുഴ പോയ പോലെ ആയല്ലോ റബ്ബേ. സങ്കടപ്പെടണ്ട, കരയണ്ട. ഒരു നാടിന്റെ തലയിലെടുത്ത് കാലച്ചെറുപ്പം തൊട്ട് കടലിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ കളഞ്ഞിട്ട് പോവുക. അതൊക്കെ പോട്ടെന്ന് വയ്ക്കാം. പക്ഷെ നിങ്ങളെയൊക്കെ അതാണ് ഓർത്തുവാത്തത് പെങ്ങളെ. താഹിരനെ കെട്ടിക്കുമ്പോ ഓക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കുട്ടി വെച്ചതാ. ഇവിടെ ഇരുന്നാ മതി. ഒക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞാ അതെങ്കിലും ബാക്കിയുണ്ടെന്ന് വിചാരിക്കാമല്ലോ. ചെല്ലട്ടെ. ആപത്തൊന്നും പറ്റാതെ മടങ്ങി വരാൻ അമ്മ പ്രാർത്ഥിക്കാം.
കാലച്ചെറുപ്പം തൊട്ട് കളിച്ചു വളർന്നവരാ നീയും സുഭാഷ് മോനും, കളിക്കൂട്ടുകാർ. ആ കളിക്കൂട്ടുകാർ തമ്മിൽ പിരിയുമ്പോ വേദന ഉണ്ടാവും, ഉപ്പയ്ക്കത് മനസ്സിലാവും. പക്ഷെ അവിടെ നിങ്ങൾ തമ്മിൽ പിരിയുമ്പോ ഉപ്പ കണ്ടത് ആ കളിക്കൂട്ടുകാരായ കുട്ടികളെ അല്ലല്ലോ മോളെ. എന്താ ഇത്? പേടിയാവുന്നു ഉപ്പയ്ക്ക്. ഉപ്പ പറയാറില്ലേ, ഉപ്പാന്റെ പൊന്നുമോളൊരു കാര്യം ആശിച്ച അത് നടന്നിരിക്കണമെന്ന്. ആവശ്യപ്പെട്ട ഉപ്പ അത് നടത്തി തരുമെന്ന്. വേണം, എനിക്കവനെ വേണം ഉപ്പ. ജീവിതകാലം മുഴുവൻ അവരെന്റെ കൂടെ തന്നെ വേണം. ഇന്ത്യ അഥവാ ഹിന്ദുസ്ഥാൻ എന്ന് വച്ചാൽ ഹിന്ദുക്കളുടെ സ്ഥാനം, അതായത് ഇന്ത്യ ഹിന്ദുക്കളുടേതാണ്. ആണല്ലോ. പുനരധിവാസം എന്ന ഒമ്മന പേരിട്ട് ഈ മണ്ണിൽ ഇനി അവരെ കൊണ്ടുവന്ന് കുടിയിരുത്തുന്ന പ്രശ്നമില്ല. അത് തീരുമാനം. പോലീസിന്റെ അന്വേഷണവും സർക്കാരിന്റെ ഈ സോപ്പ് പതപ്പിക്കലും ഒക്കെ പ്രഹസനങ്ങളാണ്. അതിൽ നമ്മൾ പെട്ടുപോകരുത്. പ്രതികളായ പ്രതികൾക്കൊക്കെ പരമാവധി ശിക്ഷ കിട്ടി കഴിഞ്ഞിട്ട് ആലോചിക്കാം. കാക്കാമാരുടെ ഇങ്ങോട്ടുള്ള വരവ്. വരണ്ട നിൽക്കണ്ടെന്നൊന്നും നമ്മൾ പറയാൻ പാടില്ലെന്നാ എന്റെ അഭിപ്രായം. അവരും ജനിച്ചു വളർന്ന നാടല്ലേ. നാരായണ, കാര്യമായ ഒരു കാര്യം കൂടിയാലോചിക്കുന്നിടത്ത് കണവണ വർത്തമാനം പറയരുത്. കേസ് CBI ഏൽപ്പിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? മാഷ് പറയും. ഇത് ഞാൻ പറയുന്നതല്ല, മേളിൽ നിന്നുള്ള തീരുമാനമാണ്. കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിനും പരിക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്കും സർക്കാർ ഓശാരം പോലെ കൊടുത്ത നഷ്ടപരിഹാരം ഉണ്ടല്ലോ, ആ ഞൊട്ട നമ്മൾ സർക്കാരിന്റെ തിരുസന്നിധിയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. അതാ അതിന്റെ ശരി. നക്കാപ്പിച്ച കാശിനു വേണ്ടി വിലയ്ക്ക് വാങ്ങാവുന്നതല്ല ഇവിടുത്തെ ഹിന്ദുക്കളെന്ന് നാട്ടുകാരെ അറിയട്ടെ. പുനരധിവാസം അനുവദിക്കരുത്. അതെ, എന്തോ കാലക്കേടായോ. വേണ്ട, ഇവിടേക്ക് ആരും വരണ്ട. ഇവിടെ ബാക്കിയുള്ളവരെ കൂടി കൊന്നിട്ടാ നിങ്ങൾ അടങ്ങുമല്ലേ? ഇവിടെ ഇനി ആരും വരണ്ട, ഞങ്ങൾക്ക് ആരെയും കാണണ്ട. മുറ്റത്ത് പന്തലൊരുങ്ങിയതായിരുന്നു എന്റെ പൊന്നുമോന്റെ കല്യാണത്തിന്. ആ പന്തലില് എന്റെ കുട്ടി പെടഞ്ഞു പെടഞ്ഞു മരിക്കണത് കണ്ടു ഞാൻ. സഹിക്കില്ല, സഹിക്കില്ല, സഹിക്കില്ല. വേണ്ട, സമ്മതിക്കൂല. പോട്ടെ ഒറ്റകള്, എങ്ങോട്ട് വെച്ചാ പോട്ടെ, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. എന്റെ കുട്ടികളുടെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെട്ടെങ്കിലേ ഞങ്ങളുടെ ആണുങ്ങളെ വെട്ടിക്കൊന്നവർക്കും അവരുടെ കുടുംബക്കാർക്കും ഈ മണ്ണ് നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ മതി. നിങ്ങളുടെ മനസ്സും വേദനകളും മറ്റാരെക്കാളും കൂടുതൽ അറിയുന്നത് ഞങ്ങൾ പോലീസുകാർക്കാണ്. ശത്രുക്കളായി കഴിയുന്ന രണ്ട് വിഭാഗക്കാരുടെയും മിത്രങ്ങളായിട്ട്, ബന്ധുക്കളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെയുണ്ട്, എന്നുമുണ്ട്. ഈ ചെക്കനെ അവന്റെ അച്ഛൻ ഇല്ലിപ്പം നോക്കിയ കാണുന്നിടത്തൊക്കെ നിങ്ങൾ കുറെ പോലീസുകാരുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോന്ന് ഇല്ല പെങ്ങളെ, ഓരോ കലാപങ്ങളിലും കൊല്ലപ്പെടുന്ന ഓരോ മനുഷ്യ നഷ്ടങ്ങൾ തന്നെയാണ്. മറ്റാർക്കും പകരം വെക്കാൻ പറ്റാത്ത, പകരം നിൽക്കാൻ പറ്റാത്ത നഷ്ടം. കൊല്ലപ്പെടുന്നവർക്കും കൊല്ലുന്നവർക്കും അവരുടെ ന്യായീകരണങ്ങളുണ്ട്. പക്ഷേ ഇവന്, നിങ്ങൾക്ക്, പിന്നെ ഞങ്ങൾ പാവപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ന്യായീകരിക്കാനൊന്നുമില്ല. വേദനിക്കാനല്ലാതെ, സഹിക്കാനല്ല. സഹിക്കില്ല, ഞങ്ങൾ സഹിക്കില്ല. സർക്കാരിന്റെ തീരുമാനമാണ്. ചാമ്പലാകാൻ പോകുന്ന ഒരു രാജ്യത്തെ ആ തീയിൽ നിന്നും രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യ സ്നേഹികളുടെ ഒരു ആഗ്രഹമാണ്. നിങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെയും സ്നേഹത്തോടെയും കഴിയുക. അതിനുവേണ്ടിയാ ഈ കുടുംബങ്ങളെ കൊണ്ട് ഞങ്ങളിവിടെ വന്നത്. നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഞങ്ങൾക്ക് വേണം. അതിനുവേണ്ടി പോലീസ് ഉപ്പായിട്ട് ഒന്നിനോട് വരണ്ട. ഈശ്വരൻ പൊറുക്കില്ലേത്.
ഈ കടപ്പുറത്ത് ഇതുവരെ വീണ ചോരയും കണ്ണീരൊക്കെ പോരെ? ഇതൊക്കെ ഈശ്വരൻ പൊറുക്കുന്നാണോ? ഈശ്വരനെ ഞങ്ങളുടെ കാര്യത്തിൽ പോലീസും പട്ടാളം ഇടപെടണ്ട. ഈശ്വരൻ എന്തായാലും ഇനിയിപ്പോ ആകാശത്ത് നിന്ന് നേരിട്ട് ഇറങ്ങി വരാൻ പോണില്ല. സമാധാനം ആഗ്രഹിക്കുന്നവര് ദൈവത്തിന്റെ വാക്കുകളാ പറയണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. നടക്കില്ല. ഒന്ന് പൊയ്ക്കോണം എല്ലാറ്റിനും ഇവിടുന്ന്. അല്ലെങ്കിൽ ഉണ്ടല്ലോ കത്തിയും കൊടുവാളും ഒക്കെ ഇനിയും കിട്ടാനുണ്ട് ഇവിടെ. അതെടുക്കണോ ഞങ്ങള്? വേണ്ട, സമാധാനത്തിന് വേണ്ടിയാണ് ഈ ശ്രമങ്ങളൊക്കെ, അല്ലാതെ മറ്റൊരു സംഘർഷത്തിന് വേണ്ടിയല്ല. ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. ഓണം പോയേ പറ്റൂ. ക്ഷമിക്കണം, വണ്ടി കയറിക്കോളൂ. കണ്ടോ, പുനരധിവാസം ഇവിടത്തെ മണ്ണിലല്ല നടക്കേണ്ടത്, ഇവിടത്തെ മനുഷ്യരുടെ മനസ്സിലാണ്. അതിന് പറ്റാത്തത്രയും കാലം ഇതൊക്കെ പ്രഹസനങ്ങളാവും. രാഷ്ട്രീയക്കാർക്ക് പ്രസ്താവനകൾ ഇറക്കാൻ, രക്ഷപ്പെടാൻ, നമുക്കൊക്കെ സങ്കടപ്പെടാൻ വെറും പ്രഹസനങ്ങൾ. അത്രയ്ക്ക് വാശി അവർക്കുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും നമ്മുടെ ആൾക്കാർ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചേ പറ്റൂ. മറ്റേ ഞങ്ങൾ പറയട്ടെ എളുപ്പമുള്ള കാര്യങ്ങളല്ലത്. സർക്കാർ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമങ്ങളും ഇതുവരേക്കും പരാജയമാണ്. ഒരു മധ്യസ്ഥന്മാരെ അവർ അംഗീകരിക്കണില്ല. അത് പോയിട്ട് ഒരു അനുരഞ്ജന യോഗത്തിന് വരണില്ലല്ലോ അവര്. അപ്പൊ പിന്നെ അതെങ്ങനെ തീരാനാ? തുടങ്ങാൻ എളുപ്പമായിരുന്നല്ലേ. ഇപ്പൊ തീർക്കാൻ പറ്റുന്നില്ല അല്ലേ? പരമകാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹു തന്റെ പടപ്പുകൾ തമ്മില് ഒന്നും കൊലവിളിച്ചും ഈ ദുനിയാവ് ഒരു യുദ്ധപ്പറമ്പാക്കി കാണാൻ ഇഷ്ടപ്പെടുന്നവനല്ല. അന്തിക്കഞ്ഞിക്ക് വക തേടി ഒരു തോണിയിൽ ഒരുമിച്ച് കടലിൽ പോയവരാ മുമ്പ് ഈ കടപ്പുറത്തെ മനുഷ്യന്മാര്. അന്നും ഉണ്ടായിരുന്നു ഇവിടെ പള്ളിയും അമ്പലവും ഒക്കെ, പാവപ്പെട്ടവന്റെ മനസ്സിൽ മതവും വിശ്വാസവും ഒക്കെ. അന്ന് ഒത്തൊരുമിച്ച് കടലിനോട് മല്ലിട്ട ആൾക്കാര് ഇന്ന് ഈ കരയിൽ തമ്മിൽ നേരിടുകയാ, വെട്ടി കീറുക. ഇന്ന് ഒരുമിച്ചൊരു തോണിയിൽ കടലിൽ പോകാൻ പറ്റുമോ ഇവിടത്തെ ഹിന്ദു മുസ്ലിം സഹോദരന്മാർക്ക്? പറ്റുമോ? പറ്റാതാക്കി ആരാ? കുറെ രാഷ്ട്രീയക്കാര്, പണക്കാര്, അവരുടെ രണ്ടു കൂട്ടരുടെയും ഗുണ്ടകള്, അധോലോകക്കാര്. അഭയാർത്ഥി ക്യാമ്പിൽ വന്ന് ബോർഡും വെച്ച് അതിന്റെ ചോട്ടി ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യന്മാര്, പെണ്ണുങ്ങളും കുട്ടികളും വയസ്സന്മാരും രോഗികളും. അനുഭവിക്കാത്തവർക്ക് കഥയാണിതൊക്കെ, അനുഭവിക്കുന്നവർക്ക് കണ്ണീര്. ഉള്ള കൂരയും ചട്ടിയും കലവും നഷ്ടപ്പെട്ട് പെറ്റു വളർന്ന മണ്ണിൽ തന്നെ മനുഷ്യർ അഭയാർത്ഥികളാവുക. അതിന് കാരണക്കാരാരായിരുന്നാലും, ഏത് പോലീസ് അന്വേഷിച്ചാലും, ഏത് CBI അന്വേഷിച്ചാലും ശിക്ഷ അള്ളാഹു കൊടുക്കാതിരിക്കില്ല. അള്ളാഹുവിന്റെ കോടതിയിൽ പാവികൾക്ക് വേണ്ടി കേസ് വാദിച്ച് രക്ഷപ്പെടുത്താൻ ഒരു വക്കീലും ഇല്ല മക്കളെ. ഇഹപരലോക രക്ഷകനും കാവൽക്കാരനുമായ അള്ളാഹുന്റെ വീടിന് പോലീസ് കാവല്. അവിടെ വരെ എത്തിച്ചില്ലേ നിങ്ങള്? അവിടെ നിസ്കാരം നടക്കുന്നില്ല, അടച്ചിട്ടിരിക്കുക. നീതിമാനായ റബ്ബ് എല്ലാരോടും പൊറുക്കട്ടെ. ഇന്നല്ലാഹ മഹസ്വാമിന് ക്ഷമാശീലയുടെ കൂടെയാണ് അല്ലാഹു. നിങ്ങൾ ആ അഭയാർത്ഥി ക്യാമ്പിൽ കിടന്ന് കഷ്ടപ്പെട്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ ഒന്നൂടെ, ഇവിടെ നിങ്ങൾ ആരും ഒന്നും ചെയ്യൂല. മജീദേ, കുറഞ്ഞത് 40 ആൾക്കാർ കൂടുന്ന ജുമായിക്ക് ഇമാമായി നിൽക്കുന്നവനാ ഞാൻ. എന്ന് വെച്ചാ അള്ളാഹുവിനോട് ഹൃദയം തുറക്കാൻ വന്ന വിശ്വാസികളുടെ മുമ്പിൽ നിൽക്കുന്നു. എനിക്ക് ആ മനുഷ്യന്മാരുടെ സങ്കടങ്ങൾക്ക് മുമ്പിൽ നിന്നേ പറ്റൂ. അത് റബ്ബ് എന്നെ ഏൽപ്പിച്ചതാ. അസ്സലാമു അലൈക്കും. ചെയ്തിട്ടാ നമ്മൾ രണ്ടിനെയും രണ്ടിടത്താക്കിയത് പഠിച്ചു. ആരോ ചെയ്ത തെറ്റ് അനുഭവിക്കേണ്ടി വന്നു നമ്മള്. വേണ്ട, എനിക്ക് എന്തേലും ആയിപ്പോ ഞാൻ മരിച്ചു പോകുന്നത്. എങ്കിൽ അതൊറ്റയ്ക്കാവില്ല, ഒരുമിച്ച്.
കൊന്നോളാം. എന്നാലും ഞാൻ പോവില്ല. കുഞ്ഞുമാമ എടുത്തോണ്ട് നടന്ന മോൻ, കുഞ്ഞുമാമയുടെ ജീവന്റെ ജീവനായ മോള്, ഞങ്ങളിപ്പോഴും ആ കുട്ടികളാണോ കുഞ്ഞുമാമ? ആണോ? കുഞ്ഞുമാമ എന്നല്ലേ ചെറുപ്പത്തിൽ എന്നെ കൊണ്ട് വിളിപ്പിച്ചേ? അമ്മാവ, എന്റെ അമ്മാവൻ, അമ്മാവന്റെ മോള്, എന്റെ മുറപ്പെണ്ണ് തന്നൂടെ? എനിക്ക് തന്നൂടെ എന്റെ മുറപ്പെണ്ണിനെ? ആവശ്യപ്പെടാനും സങ്കടം പറയാനും കുഞ്ഞുമാമ മാത്രമേ ഉള്ളൂ. എന്നായാലും ഒരിക്കലും പറയണമല്ലോ. കേൾക്കൂ, ഞങ്ങളുടെ സങ്കടം കേൾക്കൂ. കേൾക്കാൻ ആരുമില്ലെങ്കിൽ കടലിനോട് പറയും. കടലിലേക്ക് ഇറങ്ങി ഇറങ്ങി ചെന്ന് ഞങ്ങൾ പറയും. തീരും അതോടെ. പിന്നെ 3-ാം നാള് എന്താ എളുപ്പത്തില്ല എന്റെ മോൻ പറഞ്ഞു തീർത്തത്. പാടുള്ള കാര്യമായിരുന്നു ഇത്. കരയണ്ട, നിന്റെ കണ്ണ് നിറഞ്ഞു കണ്ട അമ്മയ്ക്കും. പക്ഷേ ഇത് ഈശ്വരന് ഇഷ്ടമായിട്ടല്ലേ ഞങ്ങളെ തമ്മിൽ ഇഷ്ടപ്പെടുത്തിയത്? ഇനി രണ്ടാളും രണ്ടിടത്ത്. അത് ഈശ്വരന് ഇഷ്ടാവില്ല. അമ്മ പറഞ്ഞ കുഞ്ഞുമാമ കേൾക്കും. ഉറപ്പാ. താഹിറാന്ന് എനിക്ക് തരും. വേണം, എനിക്കവളെ വേണം. നിങ്ങൾ അതിലേ പോകട്ടോ. നടക്കണോ? കൊടുത്തിനെ അഴിച്ചു വളർന്ന മുറ്റത്തേക്ക് കള്ളനെ പോലെ വരേണ്ടി വന്നു. കണ്ടല്ലോ, സന്തോഷായി. ഉറക്കണം എന്നോട്. ഇവിടുത്തെ കാരണവന്മാര് കൃഷിയും കാശും ഒന്നും കണക്കിലെടുത്തിട്ടില്ലായിരുന്നുവെന്ന് അന്നിവിടെ കാര്യസ്ഥനായിരുന്ന എന്റെ ബാപ്പ പറഞ്ഞു കേട്ട ഓർമ്മയുണ്ട് എനിക്ക്. അവർക്ക് ദേശീയ പ്രസ്ഥാനം, കോൺഗ്രസ്, അതൊക്കെയായിരുന്നു വലുത്. നിങ്ങൾക്കറിയാലോ, നിങ്ങളമ്മ, എന്നെ പെറ്റതല്ലെങ്കിലും എന്റെ അമ്മ പഴഞ്ചോറ് തൈരൊഴിച്ചു വെക്കും. നേരം വെളുക്കാൻ നേരത്ത് അതും വാരി തിന്നോണ്ട ഞാൻ കടയിൽ പോരുന്നത്. ഈ വീട്ടിലെ ഉപ്പും ചോറുവാ ഈ തടി. ഇങ്ങനെയൊക്കെ പറയണത്? നാളെ ഇംഗ്ലണ്ടിലൊക്കെ പോയി വലിയ ആളാവേണ്ടവനാ ഇവിടുത്തെ കുട്ടി. ആ കുട്ടീനെ എന്റെ മോള് ആ ഉരുമ്പെട്ടത് ഉറക്കണം. കുഞ്ഞൊക്കെ പറഞ്ഞല്ലോ ഈ തറവാടിനെ കുറിച്ച്. ഇവിടെ നിന്നിട്ട് തന്നെയാ ഞാനും ചോദിക്കുന്നത്. സുഭാഷിന് താഹിറാനെ സ്നേഹിക്കാനും താഹിറാന് സുഭാഷിനെ സ്നേഹിക്കാനും ഒരു മനസ്സ് കൊടുക്കാൻ ദൈവം മടിച്ചില്ലെങ്കിൽ പിന്നെ അവരെ ഒന്നാക്കാൻ നമ്മളായിട്ട് എന്തിനാ മടിക്കണത്? എന്തായി പറയുന്നേ? പറയാനിരുന്നിട്ട് എന്തിനാ? എനിക്ക് എന്റെ കുട്ടികളാ വലുത്. അതിനപ്പുറത്തേക്ക്
ഒരു ജാതിയില്ല, ഒരു മതവും ഇല്ല. അയ്യോ, അങ്ങനെ ഒന്നും ചിന്തിച്ചൂടാ. മനുഷ്യന്മാരുടെ മനസ്സിലൊക്കെ തീയ, മറ്റുള്ളവരെ കത്തിക്കാനുള്ള തീയെ. ആയിക്കോട്ടെ, കത്തി തീരട്ടെ. ഒക്കെ എന്നെങ്കിലും ഒരിക്കൽ ആ തീ അണയുമ്പോ പണ്ട് ഈ കടപ്പുറത്ത് കളിച്ചു ചിരിച്ചു നടന്നതുപോലെ നമ്മുടെ മക്കൾക്ക് നടക്കാൻ പറ്റിയെങ്കിലോ? പറ്റും. പറഞ്ഞല്ലോ, അമ്മ പെറ്റതല്ലെങ്കിലും എനിക്ക് അങ്ങനെയാണെന്ന്. ആ അമ്മയോട് ഞാൻ എന്റെ മോന് പെണ്ണ് ചോദിക്കുകയാണ്. കടലിനും സാക്ഷിയാക്കി അവളെ അവന് നിക്കാഹ് ചെയ്ത് കൊടുത്തൂടെ? കുഞ്ഞിക്ക് എന്റെ മകൾ താഹിറ എന്നവളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തിരുന്നു. ഞാനിത് സ്വീകരിച്ചു. താലി. ഈശ്വര, മോളെ പുറത്തറ കാണാൻ വന്നിട്ടുണ്ട്. എന്നെയോ? ആ വാ. എവിടെ? നിനക്ക് കാണേണ്ട ആള് ദേ നിന്നെ മുന്നിൽ തന്നെയുണ്ട്. മധുരവും കൊണ്ട് ഞാനിവിടെ വരുന്ന കാര്യം അമ്മയ്ക്കറിയില്ല. ഭരതേട്ടന്റെ ധൈര്യത്തിലാ പുറപ്പെട്ടത്. സുബൈ, എത്ര കാലം വെച്ചാ ഇങ്ങനെ ഈ കളത്തിലൊക്കെ കാത്തിരിക്കാം, കയ്പ് അനുഭവിക്കണം. എങ്കിലേ പിന്നെ കിട്ടുന്ന ജീവിതത്തിന് മധുരം ഉണ്ടാവും. ആ, അതിന് ഈ ഉണ്ണിയപ്പത്തേക്കാൾ മധുരം ഉണ്ടാവും. സുബൈ, നിന്റെ നല്ലൊരു ഭാവിയും ജീവിതവും നശിപ്പിച്ചു ഞാനായിട്ട്. അതെ, വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കേണ്ട നേരല്ലിത്. രാജകുമാരനോ രാജകുമാരിയോ അറിയാലോ, വളർന്നുകൊണ്ടിരിക്കുക ഈ വയറ്റില്. സന്തോഷായിട്ടിരിക്കണം, എപ്പോഴും സന്തോഷായിട്ടിരിക്കണം. അത് ശരി. അപ്പൊ ഇതാണല്ലേ പറ്റില്ല. മുസൽമാനായ കുഞ്ഞിക്കോയ എന്നവൻ മകൾ താഹിറെ അമുസ്ലിമായ ഒരുത്തന് വിവാഹം ചെയ്തു കൊടുത്തോ? ഞാൻ എന്റെ മകളെ കല്യാണം കഴിപ്പിച്ചത് കുട്ടിക്കാലം മുതൽ അവൾക്ക് പരിചയമുള്ള സരസ്വഭാവിയായ ഒരു പുരുഷനെ കൊണ്ടാണ്. അയ്യടാ, മകളുടെ ഭർത്താവിന്റെ സ്വഭാവ ഗുണത്തെ കുറിച്ചല്ല ചോദിച്ചത്. എന്തുകൊണ്ട് ഇത്തരം അനിസ്ലാമിക പ്രവർത്തിക്ക് തയ്യാറായി? അത് അവര് തമ്മിൽ ഇഷ്ടപ്പെട്ടിരുന്നതുകൊണ്ട്. അതാണ് ഒരു വിവാഹത്തിന്റെ മാനദണ്ഡം. ദീനീ വിരുദ്ധ പ്രവർത്തനം നടത്തിയ കുഞ്ഞിക്കോയെയും കുടുംബവും മാപ്പർഹിക്കുന്നില്ല എന്നറിയാമോ? 5 നേരം അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവനാ ഞാൻ. നിസാരൻ. തെറ്റുകുറ്റങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല. എന്റെ മോള് കടലിൽ ചാടി മരിക്കുമെന്ന് പറഞ്ഞപ്പോ അവള് ജീവിച്ചു കാണാൻ ആഗ്രഹിച്ചത് ഞാൻ അവളുടെ ബാപ്പയായതുകൊണ്ട്. കുട്ടികൾ ചെയ്യുന്ന തെറ്റുകൾ തിരുത്തുകയാണ് ഒരു പിതാവിന്റെ കടമ. പരസ്പരം സ്നേഹിക്കുന്ന തെറ്റാണെന്ന് ഞാൻ എവിടെയും പഠിച്ചിട്ടില്ല. അറിയാത്തതുകൊണ്ട് ചോദിക്കുക, തെറ്റാണോ? തെറ്റാണ്. ആ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. എന്നിട്ട് മഹല്ല് കമ്മിറ്റിക്ക് മാപ്പ് എഴുത്തുന്ന കുഞ്ഞിക്കോയെ തെറ്റേറ്റ് പറയണം. മാപ്പ്? ആരോടും മാപ്പ് ചോദിക്കാം. സമുദായ വിധി പ്രകാരമുള്ള എന്ത് ശിക്ഷയും സ്വീകരിച്ചോളാം. പക്ഷെങ്കിൽ പിന്നെന്താ ഒരു പക്ഷെങ്കിൽ? ഇനി ആ ബന്ധം വേർപെടുത്താൻ പടച്ച റബ്ബിനെ കൊണ്ടേ പറ്റൂ. നീതിമാനായ റബ്ബ് ഇനി അത് ചെയ്യുവാൻ തോന്നുന്നില്ല. കുഞ്ഞിക്കോയ, എന്റെ മോള് ഗർഭിണിയാണ്. ഇനി അവളെ റബ്ബേ
എല്ലാം അറിയുന്നവനാണെങ്കിൽ ഞാനും എന്റെ മോനും തെറ്റാണോ ചെയ്തത് ശരിയാണോ ചെയ്തതെന്നൊക്കെ ആ ദൈവത്തിനറിയും. ഏത് ദൈവത്തിന്റെ കാര്യമാണോ? ഏത് പേരിൽ വിളിച്ചാലും നിങ്ങൾ പറഞ്ഞ ദൈവത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ശ്രീദേവനെ, അവര് വെട്ടിക്കൊന്ന നമ്മുടെ ആൾക്കാരുടെ ചോരമണം പോലും മാറിയിട്ടില്ലാത്ത ഈ നാട്ടില് അക്കൂട്ടത്തിൽ ഒരുത്തന്റെ മോളെ തന്നെ വേണമായിരുന്ന മോനെ കൂടെ പൊറപ്പിക്കാൻ. ആരും വെട്ടിക്കൊന്നിട്ടില്ല. ഇവിടുത്തെ കാക്കാമാർക്ക് വേണ്ടി വക്കാലത്ത് പറയണ്ട. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. കാര്യം കളി കാര്യത്തോടെ അടുക്കാൻ പോണേ ഉള്ളൂ. ഇവിടുത്തെ ഹിന്ദുക്കൾ രണ്ടു കൽപ്പിച്ച് നിൽക്കണേ. നിന്നോളൂ. നാട്ടിൽ മനുഷ്യന്മാരെ ചോര ഒഴുക്കി അതിൽ ചവിട്ടിക്കളിച്ച് നിന്നോളൂ എല്ലാരും കൂടെ. എന്നെ എന്റെ മോനെ അതിലേക്ക് പിടിച്ചിറക്കരുത്. കണ്ടാലും കേട്ടാലും അറിയാത്തവര് കൊണ്ടാലറിയും. വരണടാ. കുട്ടീനെയും കൊണ്ട് എങ്ങടെന്ന് വെച്ച് ഇറങ്ങാൻ ഞാൻ. മോനെ, കുഞ്ഞിക്കോയ, സമുദായത്തിന് അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അതനുസരിച്ച് തെറ്റ് ചെയ്തവന് ശിക്ഷ വേണം. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. പറഞ്ഞയക്കാൻ മനസ്സ് വരണില്ല, പിടിച്ചു നിർത്താൻ കഴിയണമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ. ഹബീബിന് അറിയില്ലെങ്കിലും പള്ളി കമ്മിറ്റിക്ക് അറിയാം. തീരുമാനം എടുക്കുകയും ചെയ്തില്ലേ, പിന്നെന്താ? ഓലിക്ക് അങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയല്ല, അനുഭവിക്കേണ്ടത് ഈ പാവങ്ങളല്ലേ. എല്ലാരെയും കണ്ട് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കൂടെ? ഇവിടെ നിന്ന് എങ്ങോട്ടെന്ന് വെച്ചാ കരയാനും പറയാനും നമുക്ക് ആരുമില്ല, പടച്ചറപ്പല്ലാതെ. പടച്ചറമ്പാനൊക്കെ അറിയാലോ മലരെ, നമ്മുടെ പടപ്പുകൾക്കല്ലേ അറിയാതെ പോണത്. സാരമില്ല. ഞാനും എന്റെ കുടുംബവും ഇനി ഒരു ചോരക്കളിക്ക് കാരണമാവണ്ട. വയറ്റി കണ്ണിയായ ഒരു പെൺകുട്ടീനെ എല്ലാരും കൂടെ എങ്ങോട്ട് വെച്ച് ഇറക്കി വിടുന്നത്? ഈ മനുഷ്യന്മാർക്കൊന്നും പടച്ചവന് പേടിയില്ലേ? സർവലോക രക്ഷിതാവായ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഈ ഭൂമിയെ വിശാലമാക്കി തന്നു. നടന്നു നോക്കട്ടെ, ഒന്നുകിൽ കാല് തളരുവോളം, അല്ലെങ്കിൽ വഴി തീരുവോളം ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. തെറ്റുകൾ പൊറുക്കുന്ന റബ്ബേ, എല്ലാവർക്കും കാവലായിരിക്കണമേ. ദീപം ദീപം ദീപം. കുഞ്ഞിക്കാക്കും കുടുംബത്തിന് അവകാശപ്പെട്ട വീടാ, നിങ്ങളുടെ വീടാ. വാ, കേറ്. എല്ലാരും ഉണ്ടല്ലോ, കേറിയിരിക്കൂ. ഇത് മൂത്തത് ഇന്ദിര, ഇന്ദു എന്ന് വിളിക്കും. ഇത് അതിലും മൂത്തത് സിന്ധു എന്ന് വെച്ച് ഇന്ദിരാന്ന് വിളിക്കണ്ട കേട്ടോ. കുട്ടികളുടെ കല്യാണക്കാര്യം വല്ലതും? ആ കേട്ടോത്താ, എന്താണെന്ന് അറിയണില്ല. എന്റെ അനിയത്തിമാർക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. അതെന്താ പെട്ടെന്നൊരു സ്നേഹക്കുറവ്? ഉവ്വ മക്കളെ, ഭാരതം വെറുതെ പറയാണെന്ന്. ഏയ് ചോദിച്ചോക്ക്, ഞാൻ കെട്ടിച്ചു വിട്ടിട്ടല്ലാതെ ഇവിടുന്ന് ഒരടി അങ്ങോട്ട് അനങ്ങി പോയില്ല എന്ന് വാശി രണ്ടെണ്ണത്തിനും. ആർക്കെങ്കിലും ഒരു പ്രേമലേഖനൊക്കെ കൊടുക്ക, ഐ ലവ് എന്നൊക്കെ പറയാ. എന്നിട്ട് ഒരു ദിവസം ഞാൻ ഗോപിയേട്ടന്റെ കൊടി ഇറങ്ങി പോകുന്നു, ചേട്ടന്റെ അമ്മയും ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊരു കത്ത് എഴുതി വെച്ച് സ്ഥലം വിടാ. എവിടെ പോകുമ്പോ വീട്ടിൽ നിന്ന് കണ്ണിക്കണ്ട ആഭരണോ സാധനങ്ങളൊന്നും എടുത്തോണ്ട് പോരുത്. അയ്യോ, അതൊക്കെ ഔട്ട് ഫാഷൻ ആയിട്ടാ. പൊതുവെ പട്ടാളക്കാർക്ക് ലോകവിവരം കുറവാണോ കുഞ്ഞിക്ക? വേണ്ട. പ്രേമിക്കാനാണെങ്കിലേ ഇതുപോലെ ഒളിച്ചോട്ടൊന്നുമില്ല, ബോൾഡ് ആയിട്ടൊരു അനൗൺസ്മെന്റ്. എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കണമെന്ന്. അതില് ജാതി മതമൊന്നും നോട്ടമില്ല, അല്ലേ താഹിറ?
എന്താ കുഞ്ഞിക്ക? ഈ വീട്ടില് കളിയും ചിരിയും സ്നേഹവും സമാധാനവും ഒക്കെയുണ്ട്. ഞാനും എന്റെ കുടുംബവും കാലുകുത്തിയിട്ട് ഇത് വേണോ ഭരത? ഈ ചിരിയും കളിയും സമാധാനമൊക്കെ ഈ വീട്ടിലേക്ക് ആ ടീച്ചർ അനുവദിച്ച റേഷനാ. ഇനി അങ്ങോട്ട് നിങ്ങൾക്കും കൂടി വീതിച്ചെടുക്കാനുള്ളതാ അത്. ദാ, ഈ വരയ്ക്കപ്പുറത്തേക്ക് ആരും വരില്ല. പേടിക്കണ്ട. വാ രാമൻ വന്നില്ലേ? എനിക്ക് എന്റെ ചങ്ങായിയെ കാണണം. ഇവരെ അറിയിച്ചിട്ടുണ്ട്. അതെ, അന്യജാതിക്കാർ ഇവിടെ കയറി വന്നത് എല്ലാവർക്കും പിടിച്ചോണമെന്നില്ല. ജാതി അന്യജാതി. ഈശ്വര, അത് എന്റെ കൂട്ടുകാരൻ ഇമ്പിച്ചിക്കോയ മൂപ്പരിക്ക് സമയം എടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് പല പിച്ചുമയൊക്കെ പറയും. ദൈവദോഷം പറയല്ലോ മക്കളെ. അവൻ എന്നെ കാണണമെന്ന് പറഞ്ഞു. എനിക്കുണ്ട് കാണണമെന്ന്. മനസ്സ് വേദനിച്ചപ്പോ വരും വരായികളൊന്നും ചിന്തിക്കാതെ ഓടിപ്പാഞ്ഞെത്തിയതാ. മനസ്സ് വേദനിച്ചോണ്ടാ ഞങ്ങളും പറയണേ, ഇവിടെ ആരും കാഴ്ച കാണാൻ വരണ്ടെന്ന്. ആ മക്കളെ, കുട്ടികൾ പറഞ്ഞു കേട്ടില്ലേ ഹിന്ദുക്കൾ ആരും ഇങ്ങോട്ട് വരണ്ടാന്ന്? അവന്റെ രാമൻ വന്നിരുന്നു എന്ന് പറയണം. കണ്ണുകൊണ്ടല്ല, എന്റെ മനസ്സുകൊണ്ട് അവനെ ഞാൻ കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശ്വര, ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെ കാണാൻ വന്നല്ല. കുഞ്ഞിനാൾ തൊട്ട് ഒരുമിച്ച് കളിച്ചു വളർന്ന് എമ്പിച്ച് കോയക്ക് രാമേട്ടനെ കൂട്ടുകാരൻ കാണാൻ വന്നതാ. ഞങ്ങളാ കൊണ്ടുവന്നത്. എത്ര വലിയ കുറ്റവാളിയായാലും നീതിപീഠം തൂക്കിലേറ്റം വിധിച്ചാൽ ഒടുവിലൊരു വാക്ക് ചോദിക്കാറുണ്ട്, അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോന്ന്. ദൈവം ചെയ്ത ആ മനുഷ്യന്റെ അന്ത്യാഭിലാഷം നടത്തി കൊടുക്കാം. ഹിന്ദുവായ ഭരണ ഇക്കാര്യത്തിൽ ഇടപെടണ്ട. ഇത് പട്ടാളക്കാരന്റെ കുപ്പായത്ത് ഏതു നേരവും അയൽരാജക്കാരനെ വെടിയേറ്റ് മരിച്ചു വീഴാവുന്ന കാറുകളിലെ കൊടും തണുപ്പിലെ ഈ ഭരതൻ ഒരു നിറതോക്കുമായി നിൽക്കാറുള്ളത് ഹിന്ദുവായിട്ടല്ല, ഒരു ഇന്ത്യക്കാരനായിട്ടാ. ഓരോ ഇന്ത്യക്കാരനും സുരക്ഷിതരായി സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങാൻ അതിർത്തിയിൽ ഉറക്കമൊഴിച്ച് കാവലിരിക്കുന്ന ഇന്ത്യക്കാരനായ ഇന്ത്യൻ പട്ടാളക്കാരനായ ഭരതൻ. എന്നിട്ട് ഞങ്ങളാരും ഞങ്ങളുടെ വീടുകളിലല്ല, അഭയാർത്ഥി ക്യാമ്പിലാണ് കഴിയുന്നത്. അങ്ങനെയായി പോയാ നമ്മുടെ രാജ്യം, ഈ ഇന്ത്യ രാജ്യം. മൗലവി, ആരോ ചെയ്ത തെറ്റുകളാ. അതിന് ശിക്ഷ ഇമ്പിച്ചുപോയിക്ക് അനുഭവിച്ചുകൂടാ, രാമേട്ടൻ അനുഭവിച്ചുകൂടാ, നമ്മൾ ആരും അനുഭവിച്ചുകൂടാ. ഓനെ ഭരത, രാമേട്ടൻ വന്നെങ്കിൽ ഇമ്പിച്ചിക്കോയനെ കണ്ടിരിക്കും. എന്റെ കോയെ, നിനക്കൊന്നും വരില്ല. ഈശ്വര, സന്തോഷായി വന്നല്ലോ ചങ്ങായി. അതുമതി എനിക്ക്. ഇവരൊക്കെ പറഞ്ഞു അനക്കൂടെ വരാൻ പറ്റൂല, അന്നെ കാണാൻ പറ്റൂല. പറ്റൂല കോയ, പറ്റൂല. നമ്മളൊന്നും തമ്മി കണ്ടൂടാന്ന്. ഞാൻ ഹിന്ദുവാണ്, നീ മുസ്ലിമും. അറിയോ കഥ നിനക്ക്? നമ്മളൊന്നും തമ്മി കാണാൻ പാടില്ലാന്ന്. പോണം, എനിക്ക് പോണം. എനിക്ക് എന്റെ മണ്ണിൽ കിടന്ന് മരിക്കണം. എന്നെ കൊണ്ടുവരാമ. എന്നെ കൊണ്ടുപോല്ലേ, എന്നെ കൊണ്ടുപോല്ലേ രാമ. പഴുതാ, കൊണ്ടുപോകാം. മറ്റൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. വീട്ടിൽ കിടന്ന് എടുത്തോളം നമുക്ക് കൊണ്ടുപോകാം. കോയനെ കൊണ്ടുവരണം. ഞാൻ നമ്മുടെ ആൾക്കാർ കിട്ടും. ഭരതനൊരു പട്ടാളക്കാരനാണ്. നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാക്കാൻ നിന്നെപ്പോലെ ഒരാളെ നേതൃത്വം കൊടുക്കുന്നത് ശരിയല്ല. എവിടുന്നാണ് പുറപ്പെടുന്നത് വെച്ചാ തിരിച്ചങ്ങോട്ട് തന്നെ പോയിക്കോളൂ. ഇങ്ങോട്ട് ആരെയും കൊണ്ടുവരണ്ട. ഞങ്ങൾക്ക് ജീവനുള്ള കാലം അത് സമ്മതിക്കില്ല. ഈ കടപ്പുറത്ത് ജനിച്ചു വളർന്നവനെ ലിപ്പിച്ചു പോയിക്കാം. ആ മനുഷ്യന് വേറെ ആഗ്രഹമില്ലപ്പ. മരിക്കണമെങ്കിൽ മണ്ണി കിടന്ന് മരിക്കണമെന്ന് അതിനനുവദിച്ചൂടെ? സമ്മതിക്കില്ല. അങ്ങനെ ഇവിടെ ആരും മരിക്കാൻ വേണ്ട, ജീവിക്കാൻ വേണ്ട.
അച്ഛന്റെ മരണം ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു മകനായിട്ടല്ല, ഒരു ഹിന്ദുവായിട്ടാണ് വേദനിക്കുന്നത്, പ്രതികരിക്കുന്നത്. നമ്മൾ പിന്നെയും പിന്നെയും കൊല്ലപ്പെടുകയാണ്. ഇനി അത് അനുവദിച്ചുകൂടാ. ഇത് ധർമ്മയുദ്ധത്തിന്റെ നേരമാണ്. ഇനി നമ്മുടെ സമരകാലമാണ്. ഭാരത് മാതാ കീ! ഭാരത് മാതാ കീ! ഭാരത് മാതാ കീ! ഗർഭസമയത്ത് ഈശ്വര പ്രാർത്ഥന മാത്രം പോരാ, ഭക്ഷണ കാര്യത്തിലും ശ്രദ്ധ വേണം. എവിടെ പോയാലും കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് രണ്ടു കൂട്ടത്തിന് വിവരം കിട്ടിയത്രേ. തൽക്കാലം ഇവര് സ്ഥലം മാറ്റാതെ തറവില്ലാന്ന് ഭരതൻ തന്നെയാ പറഞ്ഞത്. കരുള് കുറച്ച് കൊടുക്കണ പോലെ കുഞ്ഞിക്കല്ല് സമ്മതം മൂളിയ. വരൂ. നാസറേ, ബോട്ട് താഴെ തുറയിൽ റെഡിയായിട്ട് നിൽക്കും. നിങ്ങൾ നേരത്തെ അവിടെ ചെല്ലണം. അപ്പൊ അവരെയും കൊണ്ട് ഇവിടുന്ന് ഭരതേട്ടന് കുഞ്ഞിക്കയും മാത്രം മതിയോ? ഞാനും കൂടെ ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലത്? ഞാനും ശശി അങ്ങോട്ട് പോയാലോ? അപ്പൊ ഞങ്ങൾ 3-4 പേര് അങ്ങോട്ട് പോവാം. അങ്ങനെ ആവട്ടെ. എല്ലാം ഭദ്രാണ്. ഞങ്ങൾ എത്തിയെന്ന് ഉറപ്പായാൽ ടോർച്ച് 3 വട്ടം മിന്നിച്ച് കാണിക്കണം. അതിനുശേഷം ഞങ്ങൾ അടുത്തേക്ക് വരൂ. ആയിക്കോട്ടെ. കുഞ്ഞിക്ക, എന്താ? തീ പിടിച്ച കപ്പലാണ്. എടുത്തു ചാടാനുള്ളത് കടലിലേക്കും. നീന്തി കയറിയേ പറ്റൂ. ഇതാണ് മക്കളെ നമ്മുടെ രാജ്യം. അനുഗ്രഹം വാങ്ങിച്ചിറങ്ങിക്കോളും. ശശി എവിടെ? ഭരതന്റെ കൂട്ടുകാർ ഭദ്രമായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. പിടിച്ചോളി. എന്നിട്ടേ വന്ന വഴിക്ക് എല്ലാരും തിരിച്ചറിഞ്ഞോളി. ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. പോവാൻ പറഞ്ഞാ പൊയ്ക്കോളാം.
മജീദ് ഭായ് നമ്മുടെ കുട്ടികളല്ലേ പക്ഷെ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. അങ്ങനെ എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിക്കണ്ട ഇസ്ലാമായി പറഞ്ഞ ഈ പെൺകുട്ടി. ഇത്രയും കാലം നിങ്ങൾക്ക് ആർക്കും ഒരു ദോഷവും ഞാൻ ചെയ്തിട്ടില്ല. ഇന്നും എന്നും അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് എല്ലാ സങ്കടങ്ങളും അവിടെ മാത്രം പറഞ്ഞ് ജീവിക്കുന്ന സാധുവായ ഒരു മനുഷ്യനാണ്. എന്റെ മോൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. നല്ല ഉശിര് ഈമാനുള്ളവർ തന്നെയാ ഈ കടപ്പുറത്തെ മുസ്ലിങ്ങള്. ഒരു ഹിന്ദുവിന് മോളെ കെട്ടിച്ചു കൊടുത്ത് സമുദായക്കാരെ മോത്തൂപ്പി ഇന്നലെ അങ്ങനെ ചെയ്യിക്കണ്ട. സമ്മതിച്ചില്ല ഇവിടുത്തെ മാപ്പിളാര്. മജീദിക്ക, ഹുസൈനിക്ക, നിങ്ങളുടെ മക്കളെ പോലെയല്ലേ ഞങ്ങൾ രണ്ടും. ഞങ്ങൾ പോയിക്കോട്ടെ, എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഞങ്ങൾ തടയരുത്, ദയവ് ചെയ്ത് ഞങ്ങൾ തടയരുത്. പറയും എന്റെ പെണ്ണിനെ കൊണ്ട് നീ എവിടെയും പോവില്ല. ഇക്കാലം വരെ ഒന്നും ഞാൻ എന്റെ കരോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് ഗർഭിണിയായി നിൽക്കണ പെങ്ങടെ അടിവയറ്റി ചവിട്ടുന്ന ഒരാള അത് പറയാൻ നീ വേണ്ട. വേണം ഈ കളി ഇന്നത്തോടെ ഇവിടെ തീരണം. കുഞ്ഞിക്ക, കുട്ടികളെ പൊട്ടിക്കറ്റ്. ഞാനാ പറയുന്നത് വേണ്ട. പണ്ട് പടച്ചതമ്പുരാൻ ഇബ്രാഹിം നബിയോട് സ്വന്തം മോൻ ഇസ്മയിലിനെ കഴുത്തറുത്ത് കുരുതി കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ ഇബ്രാഹിം നബിക്ക് അത് വേണ്ടി വന്നില്ല. അതിന്റെ ഓർമ്മയ്ക്കാണല്ലോ മോനെ ഹജ്ജ് ചെയ്യുന്നത്. ഉപ്പ ഹജ്ജ് ചെയ്തിട്ടില്ല. ഉപ്പ ഹജ്ജ് ചെയ്തിട്ടില്ല മോനെ. കുഞ്ഞിക്ക, അല്ലാഹ് കടലിന്റെ പാട്ടാണ് നമ്മളൊക്കെ കേട്ടിരുന്നത്. ഇപ്പൊ ഈ കേക്കരുതേ, അതിന്റെ കരച്ചില. കുഴപ്പമില്ല.
ഒരിക്കലും ഇറങ്ങില്ല ഈ കടല്. മനുഷ്യരുടെ മനസ്സിൽ അഴുക്ക് കഴുകി കളയാത്തോടത്തോളം കാലം ഉറങ്ങൂല്ല ഈ കടല്. അല്ലാ